ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് SCRTയിലെ ഒരു 4 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. LDCയിൽ SCRT നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCRT നോക്കിയിരിക്കണം കേട്ടോ. കാരണം SCRTന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരലുണ്ട് പലതിന്നും. അതായത് നമ്മൾ 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള SCRT എന്തായാലും പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ +1 +2 NCERT ആയിരിക്കും കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത്. പിന്നെ NCERTയുടെ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയലിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ SCRT എന്ന് പറയുമ്പോൾ നിങ്ങൾ SCRTയുടെ പുസ്തകം മേടിച്ച് തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഒന്നിൽ കുട്ടികളുടെ പുസ്തകം മേടിക്കാം, അതല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, വല്ല ഗൈഡും കാര്യങ്ങളൊക്കെ SCRTയുടെ മാത്രമായിട്ട് കിട്ടും. അത് മേടിച്ച് പഠിക്കുക. എനിവേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തണ്ണീർത്തടങ്ങളെ പറ്റിയിട്ടുള്ളതാണ് എടുത്തിരുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്ന എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ പറഞ്ഞു വെക്കുക. അതല്ലെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാം. ചാറ്റിൽ പറഞ്ഞു വെക്കുമ്പോൾ ക്ലാസ്സിന്റെ ലാസ്റ്റ് മാത്രം എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പ്രപഞ്ചം എന്ന അത്ഭുതം. അതായത് നമ്മുടെ ഈ ലോകം ഒരു അത്ഭുതം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചേ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ എവിടുന്നാണ് ഈ പുല്ലുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ പുഴകളൊക്കെ എങ്ങനെയാണ്, എവിടുന്നാണ് ഉത്ഭവിച്ചു വരുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുഴ ഇതിപ്പോ എവിടുന്ന് എങ്ങനെ വരിക, അതായത് അതിനൊരു ഉത്ഭവസ്ഥലം ഉണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ ഇങ്ങനെ വരുന്നു, എവിടെ നിന്ന്, ഇതിന് ഭൂമിക്കടിയിൽ നിന്ന്, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവില്ലോ. നമ്മുടെ ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, അതെ, ഭൂമിക്ക് പുറത്തും ഒരു ലോകമുണ്ട്. അതാണ് സ്പേസ്. സ്പേസിൽ പോവാന്ന് പറയുന്നൊക്കെ കേട്ടിട്ടില്ല. നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളൊക്കെ ബഹിരാകാശത്ത് പോവാം, സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആ സ്പേസിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് പണ്ട് ആകെ കൂടി 8 ഗ്രഹങ്ങളായിരുന്നു നമ്മുടെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് അവരെ കൊണ്ടാവുന്ന ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ആകെ ഒരു 8 ഗ്രഹങ്ങളെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ഗ്രഹങ്ങള്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ. നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരൊക്കെ ആണെങ്കിൽ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ ഗ്രഹങ്ങളൊക്കെ ആയിരുന്നു കണ്ടുപിടിച്ചിട്ടത്. ഇതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ലോകത്ത് വെളിവായിട്ടുള്ള ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ പിന്നീട് ടെക്നോളജീസ് ഒക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയപ്പോൾ ഇവര് മാത്രമല്ല അവിടെ ഉള്ളത്. ഇവരുടെ കൂട്ടത്തില് ഇവരുടെ കൂട്ടാളികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വേറെ ഗ്രഹങ്ങളും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതായത് ഉപഗ്രഹങ്ങൾ എന്ന് പറയും. ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നവര്, അതാണ് ഉപഗ്രഹങ്ങൾ കേട്ടോ. അങ്ങനെ ഈ ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ശാസ്ത്രലോകത്തിന് മനസ്സിലാവുക. ശാസ്ത്രലോകം ഫസ്റ്റ് ഓഫ് ഓൾ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് നോക്കിയ സമയത്ത് വിചാരിച്ചിരുന്നത് ആകെ 8 ഗ്രഹങ്ങളെ ഉള്ളൂ, ഭൂമി ഉൾപ്പെടെ ആകെ 8 ഗ്രഹങ്ങളെ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അത് മാത്രമല്ല ബഹിരാകാശത്തുള്ളതെന്ന്. നിങ്ങൾ മൾട്ടി യൂണിവേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് മൾട്ടി ശാസ്ത്രലോകം പറയുന്നത് മൾട്ടി യൂണിവേഴ്സ് ഉണ്ട് എന്നാണ്. പക്ഷെ ഒരുപാട് കോടി ദൂരമാണ് ആ മൾട്ടി യൂണിവേഴ്സ്. അവിടെ ജീവന്റെ അംശം ഉണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നില്ലേ? നമ്മുടെ ഭൂമി പോലെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊരിക്കലും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. എത്രയോ കോടി ദൂരത്തേക്ക് പോവാന്ന് പറയുന്നത് ഒരു പരിധിവരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ ചന്ദ്രനിലേക്ക് പോയി, അങ്ങനെ പല ഗ്രഹങ്ങളിലേക്കും നമ്മുടെ ശാസ്ത്രലോകം പോകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിവേ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് ISROയുടെ ചെയർമാൻ സോമനാഥന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിട്ടുണ്ടായിരുന്നു. വേറെയും ഭൂമി പോലെ ഒരു വേറെ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സ് നല്ല വേറൊരു ഗ്രഹം ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചെല്ലാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഇത്രയെങ്കിലും നമ്മുടെ ഈ ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് എന്നൊക്കെ അറിയൂ. അപ്പൊ അതാണ് നമ്മൾ വഴിയെ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആകാശത്ത് എന്തെല്ലാം കാണുന്നു? രാത്രിയിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്നത് എന്താണ്? നമ്മൾ ആകാശത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയുന്ന കുറെ നക്ഷത്രങ്ങളെയും അമ്പിളിമാമനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റൂലേ? അമ്പിളിമാമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ.
അതായത് നമ്മൾ കുഞ്ഞുനാൾ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാര് പറയും അമ്പിളിമാമനെ പിടിച്ചു തരാം, മുഴുവൻ കഴിച്ചോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം അന്ന് എന്തായിരുന്നു, എന്നാ പിടിച്ചോ, ഒരു തോട്ടി എടുത്ത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അമ്പിളിമാമൻ താഴെ വീഴും, അങ്ങനെ നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നില്ലേ. പിന്നെയല്ലേ അറിവ് വെച്ചപ്പോ ഈ അമ്പിളിമാമനൊക്കെ, അതായത് ഈ ചന്ദ്രനൊക്കെ എത്ര കോടി ദൂരമാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആകാശത്ത് എന്തെല്ലാം കാണുന്നു? രാത്രിയിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്നത് എന്താണ്? എന്താണ് രാത്രിയിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്നത്? ചന്ദ്രനെ നിങ്ങൾ ഒഴിച്ചു നിർത്തുക, അതായത് പുള്ളിക്കാരൻ എപ്പോഴും വരത്തില്ലല്ലോ. അതല്ലാതെ എപ്പോഴെങ്കിലും മിക്കപ്പോഴും ഉണ്ടാവുന്ന ഉള്ള ഒരു ആൾക്കാർ ആരൊക്കെയായിരിക്കും? നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ഭീമാകാരമായിട്ടുള്ള ഗോളമാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് കോടി ദൂരത്തു നിന്നാണ് അത് പ്രകാശിക്കുന്നത്. അപ്പൊ അത് എന്നിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു പൊട്ട് പോലെയാണ് നമുക്ക് ഈ ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. വലിയ തീഗോളമാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം നക്ഷത്രങ്ങളാണ് രാത്രിയിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്നത് എന്ന് പറയുന്നത്. പിന്നെ ചില നക്ഷത്രങ്ങൾക്ക് കുറച്ച് ഡിം ലൈറ്റ് ആയിരിക്കും, ചില നക്ഷത്രങ്ങൾ ഭയങ്കരമായിട്ട് തിളങ്ങും, ചിലതിനാണെങ്കിൽ ഒട്ടും തിളക്കണ്ടാവില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കത്തി ജ്വലിച്ച് തീരാനായിട്ടുണ്ടാവും. ഓരോന്നിനും അതിന്റെ, ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ആയുസ്സുകളുണ്ട്. അതേപോലെ ആ നക്ഷത്രവും കത്തി തീരാനായത് കൊണ്ടാണ് എന്താ അതിന്റെ ലൈറ്റ് ഒക്കെ ഡിം ആവുന്നത്. അതിന്റെ ആയുസ് തീരാനായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇപ്പൊ ഇവിടെ കണ്ടോ, രണ്ട് കുട്ടികൾ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ 5ാം ക്ലാസ്സിലെ പിള്ളേരുടെ ഇതായതുകൊണ്ട് നമുക്ക് എന്താ ഒരു കുട്ടികളോട് പറയുന്ന പോലെ എന്നുള്ള ലാഘവത്തോട് കൂടിയിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടികളായിട്ട് മാറുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോറാബുജി പറഞ്ഞ മാതിരി ശ്രമിച്ചാൽ വിജയം നമുക്ക്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പ്രപഞ്ചത്തിന്റെ മഹാ അത്ഭുതത്തിലേക്ക് കേട്ടോ. നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ അല്ലേ? നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഭൂമിയും ഒരു കുടുംബത്തിലെ അംഗമാണ്. അതായത് നമ്മുടെ ഭൂമിയും എന്താ, ഒരു കൂട്ടം അതായത് നമ്മുടെ ഭൂമിയുടെ തറവാട്ട് പേരെന്താണ്? ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയുധം. നമുക്ക് ഓരോരുത്തർക്കും ഒരു കുടുംബമുണ്ട്, നമുക്ക് ആ കുടുംബത്തിന് ഒരു തറവാട്ട് പേരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഭൂമിയുടെ തറവാട്ട് പേരാണ്, അതായത് ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയുധം എന്ന് പറയുന്നത്. ആ ഒരു സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി സൗരയുധം, ക്ഷീരപഥം. ഒന്നിൽ സൗരയുധം എന്ന് പറയും, അല്ലെങ്കിൽ ക്ഷീരപഥം എന്നാണ് കേട്ടോ പറയാ. കണ്ടോ, എന്താണ് ഇവിടെ നടുക്ക് നിൽക്കുന്ന സാധനം? ആരാണ്? സൂര്യൻ. സൂര്യന് ചുറ്റും കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗ്രഹങ്ങളാണ് ഈ കറങ്ങുന്നത് മുഴുവനും. കണ്ടില്ലേ? ഏതൊക്കെ ഗ്രഹങ്ങളാണ് കറങ്ങുന്നത്? 8 ഗ്രഹങ്ങൾ അതിങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ നടക്കുന്ന കുറച്ചെണ്ണങ്ങളുണ്ട് കേട്ടോ, അവരാണ് ഉപഗ്രഹങ്ങളെ. സൗരയുധം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആകാശത്തെ മിന്നിത്തിളങ്ങുന്ന അതും നക്ഷത്രങ്ങൾ തന്നെയാണ്, വലിയ തീഗോളങ്ങളാണ്. അതേപോലെ തന്നെ സൂര്യൻ ഒരു നക്ഷത്രമാണ്. പക്ഷെ സൂര്യൻ കുറച്ചും കൂടെ ഭൂമിക്ക് അടുത്തായതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു വലുപ്പത്തിലൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടുത്തൊന്നും അല്ലേ. എന്താണ്, നമുക്ക് സൂര്യന്റെ മുന്നിൽ ചെന്ന് പെടാനല്ല, സൂര്യന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ഷൂ എന്ന് പറഞ്ഞ് നമ്മുടെ എല്ല് പോലും കിട്ടാത്ത തരത്തിൽ നമ്മൾ കരിഞ്ഞു പോകും. അപ്പൊ ഭൂമി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ കേന്ദ്രം ഏതാണ്? സൂര്യൻ. അപ്പൊ ഭൂമി ഉൾപ്പെടുന്ന എന്താണ് കുടുംബത്തിന്റെ, അതായത് സൗരയുധത്തിൽ പറഞ്ഞു എന്താണ്, ഭൂമിക്കും ഒരു കുടുംബമുണ്ട്, അതാണ് സൗരയുധം. ആ സൗരയുധത്തിന് ചുറ്റും മറ്റു ഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ സെന്ററിൽ നിൽക്കുന്ന ആൾ ആരാണ്? നമ്മുടെ സൂര്യനാണ്. സൗരയുധം എന്ന് ഈ കുടുംബത്തെ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഉള്ളതിന് സൗരയുധം. അതായത് കാരണവരാരാണ്? സൂര്യനാണ്. അങ്ങനെ വിചാരിക്കുക. അപ്പൊ സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക കേന്ദ്രം ആരാണ്? സൂര്യനാണ്. സൗരയുധം എന്ന ഈ കുടുംബത്തെ അറിയപ്പെടുന്നു. അതൊക്കെ ആയില്ലേ എല്ലാവർക്കും? ഇനി കണ്ടോ, നക്ഷത്രങ്ങൾ ഇത് ഒരുപാട് കോടി ദൂരത്താണ് കേട്ടോ കിടക്കുന്നത്. അതായത് ഒരുപാട് കിലോമീറ്റർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ കോടി ദൂരം എന്ന് പറയുന്നത്. കോടിയല്ല, കോടിക്കണക്കിന് ദൂരത്താണ് കിടക്കുന്നത്. അവിടുന്നാണ് ഒരു ചെറിയ പൊട്ട് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് ആരും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. സ്വന്തം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു.
അപ്പൊ നക്ഷത്രങ്ങളിൽ വലിയ അളവിൽ താപവും പ്രകാശവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീഗോളം തന്നെയാണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ, അത് വലിയ അളവിൽ താപവും പ്രകാശവും ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ ആ നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ ഇത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഓക്കെ അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒരു ഇതാണ് കേട്ടോ. കൂടുതൽ അറിയാൻ തൊട്ടുള്ളൂ. കണ്ടില്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇങ്ങനെ ഒരു അളവിലാണ് കേട്ടോ ഈ സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വലിപ്പം തോന്നുന്ന ആർക്കാണ്? നമ്മുടെ വ്യാഴത്തിനാണ്. വ്യാഴം നല്ല ഭീമാകാരനാണ്. അടുത്ത് നമ്മൾ സൗരയുധം. ഇതാണ് സൗരയുധം. കണ്ടോ? സൂര്യൻ അവിടെ നിൽക്കുന്നു. സൂര്യന് ചുറ്റും കണ്ടോ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഗ്രഹങ്ങളാണ് ഈ കാണുന്നത്. കുഞ്ഞി 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 പൊട്ടുപോലെ കാണുന്നില്ലേ? എന്താ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് നമുക്ക് പഠിക്കാനുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ കുള്ളൻ ഗ്രഹങ്ങൾ. കണ്ടോ? ഇത്തിരി കുറച്ചൊരു ഇവരെക്കാട്ടിലൊക്കെ കുള്ളന്മാരാണ് ഇവര്. അങ്ങനെ ഒരു 2-3 കുള്ളൻ ഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഇവിടെ അല്ല, സ്പേസില്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെ? ഈ ഗ്രഹങ്ങൾ ഏത് ആകാശഗോളത്തെയാണ് ചുറ്റി സഞ്ചരിക്കുന്നത്? അത് ചോദ്യമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എത്ര ഗ്രഹങ്ങൾ ഉണ്ട് എന്ന്. ഇവരൊക്കെ ആരെയാ ചുറ്റി നടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയോ? ഞാൻ തന്നെ പറയാം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവരൊക്കെയാണ്. ഈ ഗ്രഹങ്ങൾ ഏത് ആകാശഗോളത്തെയാണ് ചുറ്റി സഞ്ചരിക്കുന്നത്? ഏത് ആകാശഗോളമാണ്? സൂര്യനെയാണ് ഈ ഗ്രഹങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് സൗരയുധം. ഇനി നമ്മൾ സൗരയുധത്തെ പറ്റിയിട്ട് വിശദീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു എന്താണ്, ചെറിയൊരു ഡെഫിനിഷൻ അതിന്റെ ആവശ്യമുള്ളൂ. എന്നാലും എന്താണ്, നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ എന്താണ് ഇപ്പൊ ഈ ഭൂമി ഉൾപ്പെടെ ഉള്ള ഈ കുടുംബ പേര് എന്താണ് നമുക്ക് അറിയണമല്ലോ. സൂര്യനും അതിന്റെ ഗുരുത്വാകർഷണ ഗണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർവസ്തുക്കളും ചേർന്ന സമൂഹത്തിലാണ് സൗരയുധം എന്ന് പറയുന്നത്. സൗരയുധത്തിൽ 8 ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ 116 ഉപഗ്രഹങ്ങളും. നോക്കിക്കേ, 8 ഗ്രഹങ്ങളുണ്ട് സൗരയുധത്തില്. ആ ഗ്രഹങ്ങൾക്ക് 116 ഉപഗ്രഹങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തില്. ആദ്യം ശാസ്ത്രലോകം ഈ വെറും 8 ഗ്രഹങ്ങൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും കൂടി ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയ സമയത്താണ് ഇവരറിയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട്. അത് ഏകദേശം ഈ 160 ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്രയാ? 8 നിന്നില്ല. എന്താണ്, മൊത്തത്തിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര എണ്ണം ആയി? അതിൽ 3 കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചെറിയ കുഞ്ഞു ഗ്രഹങ്ങൾ. ഇതിനു പുറമെ ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളും ഗ്രഹാന്തരിക പടലങ്ങളും സൗരയുധത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് പുറമെ ഉൽക്കകൾ ഉണ്ട്. ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ ഉൽക്കകളിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത എന്റെ താഴെയായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ വാൽ നക്ഷത്രം, ഈ അടുത്ത് ഇവിടെ ഒരു ഉൽക്ക വന്നു പോയായിരുന്നല്ലോ. നമ്മൾ കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിരുന്നു വെച്ചാൽ നമ്മളാരും ആകാശത്തിറങ്ങി നോക്കി കണ്ടിട്ടുണ്ട്. ചിലവർ കണ്ടിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഇതിൽ മൊബൈൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓരോരുത്തർ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് ഉൽക്ക പോണതൊക്കെ. അത് ഉൽക്കയാണ് കേട്ടോ, വാൽ നക്ഷത്രം അല്ല പോയത്. വാൽ നക്ഷത്രവും ഉൽക്കയും രണ്ടും രണ്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് വിസിബിൾ ആവുന്നത് ഒരേപോലെ ആയിരിക്കും. അതായത് നക്ഷത്രമാണോ ഉൽക്കയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ശാസ്ത്രലോകം പറയണം ഉൽക്കയായിരുന്നോ വന്നത് അതോ നക്ഷത്രമായിരുന്നോ വന്നത് എന്നുള്ളത്. പക്ഷെ അത് ഉൽക്കയായിരുന്നു വന്നിരുന്നത് കേട്ടോ. അപ്പോ സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊള്ളൂ. സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. സൗരയുധത്തിലെ ഗ്രഹങ്ങൾ ഓർഡർ അനുസരിച്ച്, അതായത് ഈ സൂര്യനെ ചുറ്റി എന്താണ് ഓർഡർ അനുസരിച്ച് വരുന്നവരാരൊക്കെയാണെന്നറിയോ? ആദ്യം നമ്മുടെ ബുധനാണ്. പിന്നെ രണ്ടാമത് നമ്മളുടെ ശുക്രനാണ് വരുന്നത്. പിന്നെ മൂന്നാമത് ആരാ വരുന്നത്? ഭൂമി. നമ്മുടെ ഭൂമിക്ക് 3-ാം സ്ഥാനമാണ് കേട്ടോ. പിന്നെ 4-മത് ആരാ? ചൊവ്വയാണ് പിന്നെ കറങ്ങി വരുന്നത്. പിന്നെ വ്യാഴം, അത് കഴിഞ്ഞാൽ പിന്നെ ശനി, പിന്നെ യുറാനസ്, പിന്നെ എവിടെ? നമ്മുടെ നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും ലാസ്റ്റ് ദൂരെ പോയി കിടക്കുന്ന ആളാരാണ്? നെപ്റ്റ്യൂൺ ആണ്.
ബുധനിൽ തുടങ്ങി നെപ്റ്റ്യൂണിലാണ് ഈ ഓർഡർ അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പറയാം, ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിപ്പമല്ല കേട്ടോ. വലിപ്പം ഇങ്ങനെയല്ലേ, ഇത് എങ്ങനെയാ, ഇത് ഓർഡർ അനുസരിച്ച്, അതായത് സൂര്യന്റെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ്. സൂര്യന്റെ ആദ്യം അടുത്ത് നിൽക്കുന്നത് ആരാ? ബുധൻ, രണ്ടാമത് ശുക്രൻ, 3 ഭൂമി, 4 ചൊവ്വ, 5 വ്യാഴം, 6 ശനി, 7 യുറാനസ്, 8 നെപ്റ്റ്യൂൺ. ഇങ്ങനെയാണ് ഓർഡർ അനുസരിച്ച് നിൽക്കുന്നത് കേട്ടോ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ ക്രമമായി എഴുതുക. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ആ ക്രമങ്ങളാണ്. ഏത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ ഉള്ളത്. ഇനി സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ ക്രമമായി ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഓരോ ഇതാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ വരയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതായിരിക്കും നല്ലതാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എന്താണ്? സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾക്ക് ആരും കറക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് കറങ്ങും. പക്ഷെ അവർ എന്തിനെ ചുറ്റിപ്പറ്റിയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? സൂര്യനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മള് സൂര്യനാണ് അവരുടെ ഗ്രഹനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ 8 ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയാണ് ഭ്രമണപഥം. അതായത് ഈ സൂര്യന് ചുറ്റും ഇവരിങ്ങനെ സഞ്ചരിക്കുന്ന ഓർബിറ്റ് എന്ന് പറയും ഭ്രമണപഥത്തിന് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പൊ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പാത അറിയപ്പെടുന്നത് ഭ്രമണപഥം എന്നാണ്. അതായത് ഇവർ ഈ ചുറ്റുന്നതിനെ പറയുന്നതാണ് ഭ്രമണപഥം എന്ന്. ഗ്രഹങ്ങളെ വലയം വെക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഈ പറഞ്ഞ ഈ ഗ്രഹങ്ങളില്ലേ, നമ്മുടെ 8 ഗ്രഹങ്ങൾ, ഈ 8 ഗ്രഹങ്ങളെ വലയം വെക്കുന്ന ഗോളങ്ങളാണ് എന്ത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ആര്? നമ്മുടെ അമ്പിളിമാമ ചന്ദ്രൻ കേട്ടോ. അപ്പൊ ഗ്രഹങ്ങളെ വലയം വെക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഞാൻ ഈ പറഞ്ഞ ഈ നമ്മുടെ 8 ഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഈ 8 ഗ്രഹങ്ങളെ വലയം വെക്കുന്നത് ആരാണ്? വലയം വെക്കുന്നവരെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉപഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എത്രയാ? 163 സംതിങ് എത്രയോ ഉപഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഭൂമിയുടെ ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. നമ്മുടെ ഭൂമിക്കും ഉണ്ട് ഉപഗ്രഹം അല്ലേ? നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നമുക്ക് ഒരാളെ പഠിക്കാം, നിക്കോളാസ് കോപ്പർനിക്കസ്. അദ്ദേഹം ജനിച്ച വർഷമാണ് 1473, മരിച്ചത് 1543 AD കേട്ടോ. നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് 1473, അന്തരിച്ചത് 1543. നിങ്ങൾ ഇങ്ങനത്തെ ഡേറ്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് 1473, 1543 അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ 1900 ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് ഓക്കെ, എന്നാലും അതിങ്ങനെ 1900 ഇങ്ങനെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക, മറിച്ച് ഷോർട്ട് ആക്കിയിട്ട് പഠിക്കുക. 1947 എന്ന് പറയുന്നതിന് പകരം 947. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതിപ്പോ അതായത് ഓർത്ത് വെക്കാനുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മൂപ്പരാരാ നോക്കാം. കാണാനൊക്കെ കൊള്ളാല്ലേ. അപ്പോ പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് ആരാണ്? പുള്ളിക്കാരൻ ചില്ലറക്കാരനൊന്നുമല്ല. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കണ്ടോ, നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ആദ്യം എന്നല്ല, ഞാൻ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്നത് എന്താണ്? സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനായിരുന്നു സൂര്യനാണ് എന്നാണ്. പക്ഷെ പണ്ട് കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്, അതായത് ചിലപ്പോൾ ഈ AD കാലങ്ങളിലൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഭൂമി ആയിരുന്നു കാണും. സൗരയുധത്തിന്റെ കേന്ദ്രം, അതായത് സെൻട്രലിൽ നിൽക്കുന്നത് ഭൂമിയാണ്, ഭൂമിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവരെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു കാണും പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ് ഇങ്ങേര്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, AD കാലഘട്ടങ്ങളിൽ ആഫ്റ്റർ ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ AD കാലഘട്ടം പറയുന്നത്. അപ്പോ BC എന്ന് പറഞ്ഞാൽ ബിഫോർ ജീസസ് ക്രൈസ്റ്റ്, AD ആഫ്റ്റർ ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെയാണല്ലോ. അപ്പോ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം ഇത് ചോദ്യം ചെയ്തു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തി ആരാണ്? കോപ്പർനിക്കസ് ആണ് കേട്ടോ.
ഇപ്പൊ പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പൊ പിന്നീട് അദ്ദേഹം തെളിച്ചു സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഇനി ഇത് മാച്ച് ദ ഫോളോയിങ് ആണേ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? സൗരയൂഥത്തിന്റെ കേന്ദ്രം ഇതിലേതാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാ വരുന്നേ? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യൻ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ ഏതാണ്? നക്ഷത്രങ്ങൾ. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വെക്കുന്ന ആകാശഗോളങ്ങൾ ഏതാണ്? ഗ്രഹങ്ങൾ. ഇനി സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത എന്താണ്? ഭ്രമണപഥം. പിന്നെ ഗ്രഹങ്ങളെ വലയം വെക്കുന്ന ഗോളങ്ങൾ എന്താണ്? ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. ഇതൊക്കെ നമ്മളിപ്പോ പഠിച്ചതുമായിട്ട് എന്താണ് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അടുത്തതേ നമുക്ക് ഇവരെ ഓരോരുത്തരെയും എടുത്തു പഠിക്കണ്ടേ? സൗരയൂഥത്തിലെ അംഗങ്ങളെ. സൂര്യൻ, പിന്നെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവരൊക്കെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇവരൊക്കെ ആരാ, എന്താ, ഇവരൊക്കെ എന്താണ് അവിടെ എടുക്കുന്നത്, ഇവരിലൊക്കെ എന്താണുള്ളത്, ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? സൗരയൂഥത്തിലെ അംഗങ്ങളെ ഒന്ന് വിശദമായി പരിചയപ്പെടല്ലേ? സൂര്യൻ. ആദ്യം തന്നെ നമ്മുടെ കാരണവരെ നമുക്ക് പരിചയപ്പെടാം. കേന്ദ്ര ബിന്ദു, അതായത് നടുഭാഗത്തുള്ള വ്യക്തിനെ നമുക്ക് പരിചയപ്പെടാം. ജ്വലിക്കുന്ന വാതക ഗോളമാണ് സൂര്യൻ. സൂര്യനിൽ വാതകം ഒരു എന്താ, എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ, കൃത്യമായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അതാണ് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും ജ്വലിക്കുന്ന വാതക ഗോളമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ ഉള്ളിൽ ഒരു വാതകം ഉണ്ട് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ഒന്ന് ആലോചിച്ച് നോക്കി, 15 കോടി കിലോമീറ്റർ. നമ്മുടെ ഇവിടെ 20 കിലോമീറ്ററും 15 കിലോമീറ്ററും ഒന്നല്ല, 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ 8 മിനിറ്റ് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ നമുക്കിവിടെ വന്ന് വെളിച്ചം തന്നു പോകുന്നത് രാവിലെ കേട്ടോ. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. സൂര്യനെ പറ്റി അത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയൊരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഈ 8 മിനിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ 15 കോടി കിലോമീറ്റർ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ സംഖ്യകളൊക്കെ എന്തായാലും കാണാതെ പഠിക്കും. പക്ഷെ 8 കിലോമീറ്റർ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. കൂടുതലും പ്രിലിംസ് ഭാഗത്താണ് ഇത് ചോദിക്കുക. പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മെയിൻസിലും സിമ്പിൾ ക്വസ്റ്റ്യൻസിലൊക്കെ ചിലത് വരലുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. അടുത്തത് ബുധൻ. സൂര്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ആര്? നമ്മുടെ ബുധൻ. സൂര്യനോട് അടുത്താണെങ്കിലും പുള്ളിക്കാരന് വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹവും ബുധനാണ്. വേഗത്തിൽ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ബുധൻ. ബുധന് നിക്കക്കള്ളിയില്ല, എപ്പോഴും ഇങ്ങനെ പെട്ടെന്നായിരിക്കും പുള്ളിക്കാരുടെ കറക്കമൊക്കെ. അപ്പൊ ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹവും ബുധനാണ്. ഭൂമിയുടെ 10 വലുപ്പമേ ഉള്ളൂ. അതായത് ഭാവമുണ്ട്, ഭൂമിയുടെ 10 വലുപ്പം മാത്രമേ ഈ ബുധനുള്ളൂ. ഉപഗ്രഹങ്ങളില്ല, പുള്ളിക്കാരൻ ഉപഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. അതായത് മൂപ്പരൊറ്റയാനാണ്. ഇപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹവും ആരാണ്? ബുധനാണ്. ഭൂമിയുടെ 10 വലിപ്പമേ ആർക്കുള്ളൂ? നമ്മുടെ ബുധനുള്ളൂ. ഉപഗ്രഹങ്ങളില്ല, പുള്ളിക്കാരന് ഉപഗ്രഹങ്ങളൊന്നുമില്ല, ഒറ്റയാനാണ് കേട്ടോ. അടുത്ത നമ്മുടെ ശുക്രൻ. ഇല്ലേ, ഫോട്ടോ കണ്ടതിൽ തന്നെ അറിയാം എന്തോ ഒരു വശപ്പശകുണ്ട് ശുക്രന്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, പെരുമീൻ നക്ഷത്രം. പെരുമീൻ നക്ഷത്രം ഒന്നുമില്ല കേട്ടോ, പെരുമീൻ എന്ന് പറയുന്നുള്ളൂ. പിന്നെ വെള്ളിമീൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശുക്രന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. ശുക്രൻ എന്ന് മാത്രമല്ല, നമ്മള് കോമഡി കണ്ട അവന്റെ തലയിൽ ഇപ്പൊ ശുക്രൻ ഉദിച്ച് നിൽക്കാണെന്ന് അറിയില്ലേ?
അതായത് നല്ല കാലം വരുന്നതിന് സൂചകമായിട്ടൊക്കെ പറയുന്നതാണ് അത് കേട്ടോ. അപ്പൊ പുള്ളിക്കാരന് എന്തോ പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അവന്റെ തലയിൽ ഇപ്പൊ ശുക്രൻ ഉദിച്ചിരിക്കുക, അതായത് പ്രഭാത നക്ഷത്രം, നല്ല കാലം വരാൻ പോവാണ്. അപ്പൊ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, പെരുമീൻ, വെള്ളിമീൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ശുക്രനാണ്. സൗരയുധത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞ് ഉടനെ ആകാശത്ത് കാണാം. ആരെ കാണാം? നമ്മൾ ശുക്രനെ കാണാം. സൂര്യോദയത്തിന് തൊട്ടു മുൻപും ശുക്രൻ അവിടെ ഉണ്ടാവും. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഉടനെ ആകാശഗോളത്ത് കാണുകയും ചെയ്യാന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചന്ദ്രൻ വരുന്ന പോലെ പകല് ചന്ദ്രനെ കാണാൻ സാധിക്കില്ലല്ലോ, രാത്രി ആയാലേ ചന്ദ്രൻ തിളങ്ങുമല്ലോ, അതേപോലെ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണുകൊണ്ട് ശുക്രനെ വിസിബിൾ ആവാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ചും കൂടി സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ കഴിയുണ്ടാവുള്ളൂ. പടിഞ്ഞാറ് സൂര്യോദയമുള്ള സൗരയുദ്ധത്തിലെ ഏക ഗ്രഹം, അതായത് എന്താണ് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറാണ്. അപ്പൊ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റ് ആണ് പലതിനും. അപ്പൊ പടിഞ്ഞാറ് സൂര്യോദയം ഉള്ള സൗരയുദ്ധത്തിലെ ഏക ഗ്രഹം ആരാണ്? നമ്മുടെ ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, അതായത് ഊപ്പരങ്ങോട്ട് വെട്ടിത്തിളങ്ങിയാണ് നിൽക്കുന്നത്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹം, ചൂടും ശുക്രന് തന്നെയാണ്, പേര് തന്നെ ഉണ്ട് ശുക്രൻ. ചൂടുള്ള ഗ്രഹവും ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാന്ന് ഇടയ്ക്കിടയ്ക്ക് PS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ശുക്രനാണെന്ന് മനസ്സിലാക്കുക. ചിലവർ കറക്കി കുത്തിയാണെങ്കിലും ശുക്രൻ കറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറയലുണ്ട്. ആ പേര് കേട്ടിട്ട്, ശുക്രൻ എന്ന് പറയുന്ന പേര് കേട്ടിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ശുക്രനാണ് ചൂടുള്ള ഗ്രഹം എന്ന് പറയുന്നത്. ശുക്രനിലെ ഒരു രാവും പകലും പൂർത്തിയാകാൻ ഭൂമിയിലെ 243 ദിവസങ്ങൾ വേണമെന്നുള്ളൂ. ആലോചിക്കുക, ഒരു രാവും പകലും പൂർത്തിയാക്കാൻ നമ്മുടെ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ 243 ദിവസം വേണം ശുക്രന്. ഒരു അത്ഭുതം തന്നെയല്ലേ ആ ഒരു സംഭവം. ഇനി ഉപഗ്രഹങ്ങളില്ല, നമ്മുടെ ശുക്രനും ഒറ്റയാനാണ്, മൂപ്പർക്കും ഉപഗ്രഹങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, പെരുമീൻ, പിന്നെ വെള്ളിമീൻ എന്നീ പേരുകൾ സൂര്യോദയത്തിന് തൊട്ടു മുൻപും സൂര്യാസ്തമയം കഴിഞ്ഞ് ഉടനെയും ആകാശത്ത് കാണാം. പടിഞ്ഞാറ് സൂര്യോദയമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്. ശുക്രനിലെ ഒരു രാവും പകലും പൂർത്തിയാകാൻ ഭൂമിയിൽ 243 ദിവസങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഉപഗ്രഹങ്ങളും ഇല്ല പുള്ളിക്കാരന്. അടുത്ത ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഇടം, നമ്മുടെ മാതൃഭൂമി. ഭൂമി സൗരയൂഥത്തിലെ ഒരേ ഒരു ജീവഗ്രഹമാണ്. ഏത്? ഭൂമി. അതായത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണ്. ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ നീല നിറം, അതായത് ബഹിരാകാശത്ത് ചെന്നിട്ട് ഭൂമിയെ നോക്കുന്ന സമയത്ത് ഭൂമി നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഒരേ ഒരു ഉപഗ്രഹം ഉള്ളൂ, ചന്ദ്രൻ. ചന്ദ്രൻ മാത്രമേ നമ്മുടെ ഭൂമിയുടെ ഒപ്പം നിൽക്കുന്നുള്ളൂ കേട്ടോ. അന്തരീക്ഷമുള്ള ഗ്രഹവും ഏതാണ്? ഭൂമി. അപ്പൊ ഭൂമിയുടെ സവിശേഷതകളാണ് സൗരയൂഥത്തിലെ ഒരേ ഒരു ജീവഗ്രഹം, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, ഒരേ ഒരു ഉപഗ്രഹ ചന്ദ്രനാണ്, അന്തരീക്ഷമുള്ള ഗ്രഹവുമാണ് ആര്? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയെ ചുറ്റിപ്പറ്റി ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കലുണ്ട് കേട്ടോ. അതായത് ഇത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിലുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കലുണ്ട്. ഒരേ ഒരു ഉപഗ്രഹം ഏതാണ്? ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണെന്ന് ചോദിക്കലുണ്ട്. അന്തരീക്ഷമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കലുണ്ട്. അതൊക്കെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നതാണ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഈ PDF ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? 2 മാസം കൊണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടില് LDC നേടിയവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ സ്റ്റഡി ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
നമുക്ക് ശ്വാസം മുട്ടിപ്പോകും. അതായത് 12 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂറൊക്കെയാണ് അവർ ഓരോരുത്തരും ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവുക. അതായത് ഇരുന്നിടത്ത് നിന്നിട്ട് എണീറ്റിട്ടുണ്ടാവില്ല, വേറെ ഇറങ്ങാന്ന് പറയില്ലേ, ആ തരത്തിലുള്ള പഠിത്തമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം ഇല്ല സത്യത്തില്. കാരണം നമ്മളൊരു ഇപ്പൊ LDCക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ക്രാഷ് കോഴ്സിനുള്ള ടൈം അല്ലേ നമുക്കുള്ളൂ, അതനുസരിച്ചാണ് ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ 2 മാസത്തിനുള്ളിൽ ഒന്ന് ഓടിച്ചു നോക്കുക, ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ. പുതുതായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കട്ടായി പോയത് കൊണ്ട് നമ്മളെ ശുക്രൻ കഴിഞ്ഞു, ഭൂമി. അപ്പൊ ഭൂമിയാണ്. അപ്പൊ അങ്ങനെ ഭൂമിയും കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഏതാണ്? ചൊവ്വ. സൗരയുധത്തിലെ ചുവന്ന ഗ്രഹം, പേര് തന്നെ ഉണ്ട്, ചൊവ്വ ചുവപ്പാണ്. സൗരയുധത്തിലെ ചുവന്ന ഗ്രഹമാണ്. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറം നൽകുന്നത്. ചൊവ്വയില് ചുവപ്പ് നിറം നൽകാൻ കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ് എന്നാണ് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹം, അതായത് ഭൂമിയോട് ഏകദേശം ഒരു സാമ്യം ആർക്കുണ്ട്? നമ്മുടെ ചൊവ്വയ്ക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ മനുഷ്യന്മാര് തമ്മിൽ സാമ്യം ഉണ്ട് എന്ന് പറയല്ലോ, ഇവനെ കണ്ട അവനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഈ ഭൂമിയോട് ആർക്ക് സാമ്യമുണ്ട്? നമ്മുടെ ചൊവ്വയ്ക്ക് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. പണ്ട് ജലം ഒഴുകിയിരുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് ജലം, അതായത് ചൊവ്വയിൽ കൂടെ പണ്ട് വെള്ളം ഒഴുകിയിരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രലോകം കേട്ടോ. അപ്പൊ സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമാണ്, ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവന്ന നിറം നൽകുന്നത്, ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹവും ഗ്രഹങ്ങളാണ്. ഇപ്പൊ ചിലപ്പോ വെള്ളം ഉണ്ടാകൂല. അടുത്ത വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം. ഇവനാണ് ഏറ്റവും വലിയ ഭീമാകാരു. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. സൂര്യനെ വലയം വെക്കാൻ 12 വർഷത്തോളം എടുക്കുന്നുണ്ട് വ്യാഴം. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. വലിയ ഗ്രഹമായതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാഴത്തിന് 60-ലേറെ ഉപഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും വലുത് ഗാനിമീഡെ. ഗാനിമീഡെ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് വ്യാഴത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. പിന്നെയുള്ള ഉപഗ്രഹങ്ങളാണ് കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നിവ മറ്റ് ചില പ്രധാന ഉപഗ്രഹങ്ങളാണ്. എന്തിന്റെ? വ്യാഴത്തിന്റെ. ഇപ്പൊ വ്യാഴത്തിന്റെ സവിശേഷതകൾ എന്താണ്? മറ്റുള്ള ഈ പറഞ്ഞ 8 ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൂര്യനെ വലയം വെക്കാൻ 12 വർഷത്തോളം വ്യാഴത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ. 60-ലധികം ഉപഗ്രഹങ്ങൾ ആർക്കുണ്ട്? വ്യാഴത്തിനുണ്ട്. ഏറ്റവും വലുത് ഗാനിമീഡെ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് വ്യാഴത്തിന്റെ. പിന്നെയുള്ള വ്യാഴത്തിന്റെ ബാക്കിയുള്ള ഉപഗ്രഹങ്ങൾ ഏതാണ്? കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നിവ മറ്റു ചില പ്രധാന ഉപഗ്രഹങ്ങളാണ്. അടുത്ത ശനി. ശനി, അവൻ ശനിയുടെ അപഹാര ഒക്കെ പറയില്ലേ, അതൊക്കെ ഓരോ ജോത്സ്യന്മാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ അല്ലെ. ഭൂമിയുടെ 95 മടങ്ങ് വലിപ്പമുണ്ട് ആർക്ക്? ശനിക്ക്. ശനി ചില്ലറക്കാരനല്ല കേട്ടോ. ഭൂമിയുടെ 95 മടങ്ങ് വലിപ്പം ശനിക്കുണ്ട്. ചുറ്റും വലയങ്ങളുണ്ട്. ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട്. 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട് ആർക്ക്? ശനിക്ക്. 30-ലധികം ഉപഗ്രഹങ്ങൾ ശനിക്കുണ്ട്. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. അതായത് ജലത്തിന്റെ അത്ര പോലും സാന്ദ്രത ആർക്കില്ല? ശനിക്കില്ല. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും വിദൂരമായ ഗ്രഹമാണ്. അതായത് ഭൂമിയിൽ നിന്ന് നഗ്നനേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വിദൂരമായ ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത്. അപ്പൊ ശനി എന്താണ്? അതിന്റെ അടിയിലേക്ക് ശനി ഉണ്ടോ? ഇനി ഇല്ല. അപ്പൊ ഭൂമിയുടെ 95 മടങ്ങ് വലിപ്പമുണ്ട് ശനിക്ക്. ചുറ്റും വലയങ്ങളുണ്ട്. 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും വിദൂരമായ ഗ്രഹമാണ് ശനി. ഓക്കെ അല്ലേ? അടുത്തത് യുറാനസ്. ഈ യുറാനസിനൊന്നും വേറെ പേര് നൽകിയിട്ടില്ല കേട്ടോ. യുറാനസിനെ കണ്ടോ? വെള്ളപ്പൊട്ട് പോലെ നല്ല ഭംഗിയുണ്ടല്ലേ. യുറാനസിനൊന്നും പ്രത്യേകിച്ച് ഒരു പേരും, അതായത് യുറാനസ് തന്നെയാണ്. ബാക്കിയുള്ളതിനൊക്കെ ഓരോ ഇംഗ്ലീഷ് പേരുകളുണ്ട്. ബുധൻ ആണെങ്കിൽ മെർക്കുറി, ശുക്രൻ ആണെങ്കിൽ വീനസ്, ഭൂമിയാണെങ്കിൽ എർത്ത്, ചൊവ്വയാണെങ്കിൽ മാസ്, വ്യാഴമാണെങ്കിൽ ജുപിറ്റർ, ശനിയാണെങ്കിൽ സാറ്റേൺ, പിന്നെ യുറാനസും നെപ്റ്റ്യൂണും യുറാനസ് നെപ്റ്റ്യൂൺ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ യുറാനസ് വേറെ പേരുണ്ടോ? ഇല്ല. ശയന പ്രദക്ഷിണം നടത്തുന്ന ഏക ഗ്രഹം. ശയന പ്രദക്ഷിണം ചെയ്യാം. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ശയന പ്രദക്ഷിണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ.
ഇനി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ശയന പ്രദർശനം ചെയ്യുന്നതൊക്കെ. അപ്പൊ ശയന പ്രദർശനം നടത്തുന്ന ഏക ഒരു ഗ്രഹമാണ് ആര്? നമ്മുടെ യുറാനസ് കേട്ടോ. ഇരുപത് ഇരുപത് 25-ലധികം 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട് ഏതിന്? നമ്മുടെ യുറാനസിന് 25-ലധികം ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൂര്യനെ വലയം വെക്കാൻ 84 വർഷം എടുക്കുന്നുണ്ട്. ആര്? നമ്മുടെ യുറാനസ്. യുറാനസ് 84 വർഷം. മറ്റേ ആളോ നമ്മുടെ വ്യാഴം 12 വർഷം എടുക്കുന്ന സ്ഥാനത്ത് യുറാനസ് എടുക്കുന്നത് 84 വർഷമാണ്. ഇപ്പൊ കുറച്ച് മടിയാനാണ്. ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട് ആർക്ക്? യുറാനസിന്. ഭൂമിയെക്കാളും 4 ഇരട്ടി വലിപ്പമാണ് യുറാനസിന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ വ്യാഴം എന്തായിരിക്കും ഉള്ളത്? ഭൂമിയെക്കാട്ടിലും വലുത്, യുറാനസിനെക്കാട്ടിലും വലുത്, എന്തിനെക്കാട്ടിലും ഒക്കെ വലുതാണ് അപ്പൊ വ്യാഴം. അപ്പൊ ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട് യുറാനസിന്. ഈ ഗ്രഹം എപ്പോഴും വാതകാവസ്ഥയിലാണ്. എപ്പോഴും അതിൽ ഒരു വാതകം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ യുറാനസിൽ എപ്പോഴും വാതകാവസ്ഥയിൽ ഒരു നിമിഷം പോലും വാതകം പുറപ്പെടുവിക്കാതെ ഇരിക്കില്ല. അപ്പൊ ശയന പ്രദർശനം നടത്തുന്ന ഏക ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ആരാ? യുറാനസ് ആണ്. 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലയം വെക്കാൻ 84 വർഷം എടുക്കുന്നുണ്ട്. ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പം. ഈ ഗ്രഹം ഇപ്പോഴും എന്താണ് എപ്പോഴും എന്നാണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴും എന്നാണ് കേട്ടോ. ഇപ്പോഴും, അതായത് ഇപ്പോഴും വാതകാവസ്ഥയിലാണ്. അടുത്ത നെപ്റ്റ്യൂൺ. ഭൂമിയുടെ 72 മടങ്ങ് വലിപ്പമുണ്ട് ആർക്ക്? നെപ്റ്റ്യൂണും ഭൂമിയെ കടത്തി വെട്ടുന്നുണ്ട്. ഭൂമിയുടെ 72 മടങ്ങ് വലിപ്പം നെപ്റ്റ്യൂൺ ഉണ്ട്. 13 ഉപഗ്രഹങ്ങളും. അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ആകെ 13 ഉപഗ്രഹങ്ങളേ ഉള്ളൂ. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് നെപ്റ്റ്യൂണിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാറ്റ് ഇഷ്ടമായിരിക്കുമോ? എനിക്ക് കാറ്റ് ഇഷ്ടമാണ്, പക്ഷെ കൊടുങ്കാറ്റ് ഇഷ്ടമല്ല. അപ്പൊ എന്താ ഇവിടെ നെപ്റ്റ്യൂണില് കൊടുങ്കാറ്റാണ് വീശുന്നതെന്നാണ് പറയുന്നത്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗതയിലാണ് കൊടുങ്കാറ്റ് വീശുക. അപ്പൊ അവിടെ പോയി നിന്നാൽ പറന്നു പോവായിരിക്കും. അപ്പൊ ഭൂമിയുടെ 72 മടങ്ങ് വലുപ്പമുണ്ട്. 13 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് നെപ്റ്റ്യൂണിലാണ്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗത്തിലാണ് കൊടുങ്കാറ്റ് അടിക്കുന്നത്. സൂര്യനെ വലയം വെക്കാൻ 164 വർഷം എടുക്കുന്നുണ്ട്. ഇത്രയും കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് വലയം വെക്കാൻ നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ. കാറ്റടിച്ചടിച്ചടിച്ചടിച്ച് വരണ്ടേ അല്ലെ? ഭൂമിയുടെ 72 മടങ്ങ് വലിപ്പം, 13 ഉപഗ്രഹങ്ങൾ, ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് നെപ്റ്റ്യൂണിലാണ്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗതയിലാണ് മൂപ്പര് കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. സൂര്യനെ വലയം വെക്കാൻ 164 വർഷം എടുക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നു. ഞാൻ നിങ്ങൾക്ക് എക്സാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എല്ലാത്തിനും ഫുള്ള് മേടിക്കണം കേട്ടോ. ഇനി ഗലീലിയോ ഗലീലി, നല്ല പേരില്ലേ? ഗലീലിയോ ഗലീലി. സുഖമായിട്ട് നമുക്ക് പറയാം. 1564-ലും 1642 AD-ലും ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞനാണ് ആര്? ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിയുടെ എന്താണ് ജനിച്ച വർഷം ഏതാ? 1564. മരിച്ച വർഷം 1642 AD. ഇറ്റലിക്കാരനായ ഊർജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. പുള്ളിക്കാരൻ ചില്ലറക്കാരനല്ല. എന്തിലൊക്കെയാണ്? ഊർജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. സ്വയം നിർമ്മിച്ച ദൂരദർശിനി, അതായത് ടെലസ്കോപ്പ് കേട്ടോ. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളാണ് ആര്? നമ്മുടെ ഗലീലിയോ ഗലീലി കണ്ടെത്തിയത്. വ്യാഴത്തിന് ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ എന്താണ് അതില് 4 എണ്ണം കണ്ടെത്തിയത് ഈ പറയുന്ന AD കാലഘട്ടങ്ങളിൽ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഇറ്റലിക്കാരനായ ഊർജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ, വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ അങ്ങനെ ഇദ്ദേഹം ഈ ടെലസ്കോപ്പിലൂടെ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ഗലീലിയോ ഗലീലി ഇതോടെ ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായിട്ട് സൗരയൂഥത്തിലെ മറ്റു അംഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതൂ. അത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. സൂര്യനുമായി താരതമ്യം ചെയ്താലോ? നമുക്കൊന്ന് നോക്കാം. സൂര്യനുമായിട്ട് നമ്മളിവിടെ കിടക്കണേ. ഇതാ നമ്മളിതാ ഇവിടെ കിടപ്പുണ്ട്. നമ്മള് നോക്കിക്കേ, ഇത്രയും വലിപ്പമുണ്ട് സൂര്യൻ. പിന്നെ വ്യാഴോ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ഇതാ ഒരു പൊട്ടുപോലെയാണ്. ഇതാ ഭൂമി അവിടെ നിൽപ്പുണ്ട്.
ഒരു കുഞ്ഞു പൊട്ട്. നിങ്ങൾ എവിടെയെന്ന് ചിന്തിക്കൂ. കണ്ടോ? സത്യല്ലേ, നമ്മൾ എവിടെ കിടക്കുന്നതെന്ന് ആലോചിച്ചേ. ഇനി ശനിയും വ്യാഴവും ഒക്കെയായി താരതമ്യം ചെയ്യും. ശനിയും വ്യാഴവും ഒക്കെ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ നോക്ക്, ഭൂമി ഇതാ, ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ. ഭൂമി ഇതാ ഇവിടെ. ഇവരെക്കാട്ടിലൊക്കെ ചെറുതാണ് നമ്മുടെ ഭൂമി. പക്ഷെ എത്ര കോടി ജനങ്ങളല്ലേ ജീവിക്കുന്നത്. താരതമ്യം ചെയ്തു നോക്കൂ. ഇപ്പൊ ഭൂമിയെക്കാളും കുറച്ചും കൂടെ ചെറുതാണ് കേട്ടോ നമ്മളെ ശുക്രൻ. ഒരു സമാധാനം അല്ലേ, ശുക്രനെങ്കിലും ഉണ്ടല്ലോ ചെറുതായിട്ട്. പിന്നെ ചൊവ്വയും ബുധനും ഒക്കെ ഭൂമിയെക്കാട്ടിലും ചെറുതാണ്. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നമ്മുടെ ഭൂമി അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഇനി ഒരു കോഡാണ് കേട്ടോ. വലുപ്പക്രമത്തിൽ ഗ്രഹങ്ങളെ ഒന്ന് എഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. വലുപ്പം അനുസരിച്ച് എഴുതി നോക്കാൻ കേട്ടോ. അതായത് ആ കോഡൊന്ന് വായിച്ചു നോക്കിക്കേ. വ്യാഴം മുതൽ ശനി വരെ യുറാനെ ഭൂമിയിൽ നിന്നും ശുക്രൻ കൊണ്ടുപോയി, ചൊവ്വയും ബുധനും കൂടെ പോയി. നോക്ക്, വ്യാഴം മുതൽ ശനി വരെ യുറാനെ ഭൂമിയിൽ നിന്നും കൊണ്ടുപോയി, ചൊവ്വയും ബുധനും കൂടെ പോയി. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്, ആദ്യത്തെ ഏറ്റവും, അതായത് ഇനി വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ. അതായത് നേരത്തെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, സൂര്യനെ വലയം വെക്കുന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത് കേട്ടോ. വ്യാഴമാണ് ഏറ്റവും വലുത്, അതാണ് വ്യാഴം മുതൽ ശനി. വ്യാഴം ശനി വരെ യുറ എന്ന് പറഞ്ഞ യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം മുതൽ ശനി വരെ യുറാനസ്, നെപ്റ്റ്യൂൺ. ഭൂമിയിൽ നിന്നും, ഭൂമി വേറെ ഗ്രഹം നിന്നും ശുക്രൻ വേറെ ഗ്രഹം കൊണ്ടുപോയി, ചൊവ്വയും ബുധനും, ചൊവ്വ എന്താണ് ഏഴാമത്തെ ഗ്രഹം, ബുധൻ എട്ടാമത്തെ ഗ്രഹം, ചൊവ്വയും ബുധനും കൂടെ പോയി. വ്യാഴം മുതൽ ശനി വരെ യുറാനെ ഭൂമിയിൽ നിന്നും ശുക്രൻ കൊണ്ടുപോയി, ചൊവ്വയും ബുധനും കൂടെ പോയി. അപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയില്ലേ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. 8 ഓർഡർ അനുസരിച്ച് പഠിക്കാൻ പറ്റി. ഈ ഒരു കോഡ് ആലോചിച്ചാൽ മതി. ഇനി അതുപോലെ ഒരുപാട് കോഡുകൾ പലതിനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വഴി അതൊക്കെ പഠിക്കും. വ്യാഴം മുതൽ ശനി വരെ യുറാനെ ഭൂമിയിൽ നിന്നും ശുക്രൻ കൊണ്ടുപോയി, ചൊവ്വയും ബുധനും കൂടെ പോയി. ഇനി ഞാനൊന്ന് ഓർഡർ അനുസരിച്ച് പറയാം. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൂടാതെ ശുദ്ധഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, ഉൽക്കകൾ തുടങ്ങിയവയും സൗരയൂഥത്തിൽ കാണാം. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൂടാതെ ശുദ്ധഗ്രഹങ്ങള്, കുള്ളൻ ഗ്രഹങ്ങള്, വാൽ നക്ഷത്രങ്ങള്, ഉൽക്കകള് തുടങ്ങിയവയും സൗരയൂഥത്തിൽ കാണാം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അവരൊക്കെ ആരാന്ന് നമുക്ക് പഠിക്കാനുണ്ടേ. കണ്ടില്ലേ നിൽക്കുന്നത്, ഈ ക്ഷുദ്രഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലയം വെക്കുന്ന പാറകഷ്ണങ്ങളാണ് ശുദ്ധഗ്രഹങ്ങൾ. എന്ത്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലയം, ഇവരും സൂര്യനെ ആശ്രയിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. സൂര്യനെ വലയം വെക്കുന്ന പാറകഷ്ണങ്ങളാണ് ശുദ്ധഗ്രഹങ്ങൾ. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വീഴാറുണ്ട്. ചിലത് ഈ ഉൽക്കയൊക്കെ ആയിട്ട് വരുന്നത് ഇവരായിരിക്കും. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വീഴാറുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് സീറസ്. സീറസ് ആണ് ഇവരിൽ ഏറ്റവും വലുത് കേട്ടോ. ക്ഷുദ്രഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് സീറസ്. ഇതിന് ഏകദേശം 1000 കിലോമീറ്റർ വ്യാസം വരും. അതായത് സീറസിന് ഏകദേശം 1000 കിലോമീറ്ററോളം വ്യാസം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സീറസ് എന്ന് പറയുന്നത് എന്താണ്? അവനൊരു ക്ഷുദ്രഗ്രഹമാണ്. ഇതിന് ഏകദേശം 1000 കിലോമീറ്റർ വ്യാസം വരും എന്നാണ് പറയുന്നത്. ക്ഷുദ്രഗ്രഹങ്ങൾക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ല. അതായത് വട്ടത്തിലല്ല എന്നർത്ഥം. ഗോളാകൃതി ഇല്ല, ചിലപ്പോ അവിടെ ഇവിടെ കഷ്ണങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അനേക കോടി വർഷങ്ങൾ കൂടുമ്പോൾ അവയിൽ ചിലത് ഭൂമിയുടെ ആകർഷണം മൂലം ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. കുറെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമി അവരിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. വാ വാ എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകർഷിക്കുമായിരിക്കും. അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് പോയി
പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഇവര് വരുന്നുണ്ടാവും നമ്മുടെ ഭൂമിയിലേക്ക്. അപ്പൊ അനേകം കോടി വർഷങ്ങൾ കൂടുമ്പോൾ അവയിൽ ചിലത് ഭൂമിയുടെ ആകർഷണം, ഭൂമി ഇങ്ങനെ ആകർഷിച്ചിട്ട് സഹി കെട്ടിട്ട് കോടിക്കണക്കിന്, അതായത് കോടിക്കണക്കിന് വർഷങ്ങളോളം ഭൂമി ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ വരാൻ വരാൻ, വാ 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 എന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ അങ്ങോട്ട് പോയി കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഇവര് ഇടയ്ക്കൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരാറുണ്ട് എന്നാണ് പറയുന്നത്. പ്രാചീന കാലത്ത് സംഭവിച്ച ഇത്തരം ഒരു പതനമാകാം ദിനോസറുകളുടെ നാശത്തിന് കാരണമായതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ദൈവമേ, അപ്പൊ ഇവര് പതിക്കുമ്പോൾ നാശം വിധിച്ചോണ്ടാണ് കേട്ടോ പതിക്കുന്നത്. എന്നാ പിന്നെ വരണ്ട. അപ്പൊ പ്രാചീന കാലത്ത് സംഭവിച്ച ഇത്തരം ഒരു പതനമാകാം ദിനോസറുകളുടെ നാശത്തിന് കാരണമായതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ പറയുന്ന മാതിരി ക്ഷുദ്രഗ്രഹത്തിൽ ഏതെങ്കിലും ഒന്ന് പതിച്ചതായിരിക്കും ചിലപ്പോൾ ദിനോസറുകൾ മരിക്കാൻ കാരണമായിട്ടുണ്ടാകുക. അപ്പൊ ഞാൻ അത്രയ്ക്കും കൂടി ചിന്തിച്ചില്ല. ചിലപ്പോ ഈ ഉൽക്ക വരുന്ന പോലെയൊക്കെ വരുന്നതായിരിക്കും ഞാൻ ചിന്തിച്ചത്. എന്നാ പിന്നെ വരണ്ട. പിന്നെ ഓൾബേഴ്സ്, പാലസ്, ഗ്രാസ്പ എന്നിവ ശുദ്ധഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റുള്ള ശുദ്ധഗ്രഹങ്ങൾ ഏറ്റവും വലിയ ആളാണ് സീറസ്. ഈ സീറസിന്റെ കൂട്ടാളികളാണ് ആരൊക്കെ? ഓൾബേഴ്സ്, പാലസ്, ഗ്രാസ്പ എന്ന് പറയുന്ന മറ്റു ശുദ്രഗ്രഹങ്ങൾ കേട്ടോ. ശുദ്രഗ്രഹത്തിന് ഉദാഹരണം കണ്ടോ? പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഒരു ഇതാണ് പയർമണി പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇത് ഏതിന്റെയാണ്? ഐഡ എന്ന് പറയുന്ന ശുദ്രഗ്രഹമാണ്. ഇനി കൗതുക വാർത്തകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാട്ടോ. കുള്ളൻ ഗ്രഹങ്ങൾ. കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എ മിനിറ്റ് ഗൈസ്. ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അതായത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ കുറെ നിയമങ്ങളും അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും പാലിക്കാത്ത ആൾക്കാരാണ് ഈ കുള്ളൻ ഗ്രഹങ്ങൾ, അതായത് ഒഫീഷ്യൽ അഹങ്കാരീസ് എന്ന് പറയും. അത് ഞാൻ ഇട്ട പേരാണ് കേട്ടോ, നിങ്ങൾ അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ്. അതായത് സൗരയൂഥത്തിലെ ഈ ഗ്രഹങ്ങൾക്ക് ഒക്കെ ഒരു നിയമം ഉണ്ടാവും. ആ നിയമങ്ങളൊന്നും പാലിക്കാത്ത ആൾക്കാരാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇതൊക്കെ ഞാനൊരു സാങ്കല്പിക രീതിയിൽ എന്ന പോലെ പറയുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക, എന്താ നമ്മൾ കേട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുക. എന്തിന്? നമുക്ക് സിനിമകളിൽ നിന്നുള്ള ഡയലോഗ് വരെ കേട്ടിട്ട് ഓരോന്നും ഓർത്തു വെക്കാൻ സാധിക്കും. അപ്പോ ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ച ഗ്രഹ നിയമങ്ങൾ ഇവയാണ്. അതായത് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ച കുറച്ച് ഗ്രഹ നിയമങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവരുണ്ടാക്കിയത്? വസ്തുവിന് സ്വയം ഗോളാകൃതി കൈക്കൊള്ളാൻ ആവശ്യമായ ഗുരുത്വബലം ഉണ്ടായിരിക്കണം. അതായത് സ്വന്തമായിട്ട് ഗോളാകൃതി ഉണ്ടാക്കാനുള്ള ഗുരുത്വബലം ഒരു ഗ്രഹത്തിന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? സൂര്യന് സ്വന്തമായിട്ട് അങ്ങനെ തന്നെയല്ലേ മക്കളെ ഞാൻ പറഞ്ഞ? വസ്തുവിന് സ്വയം ഗോളാകൃതി കൈക്കൊള്ളാൻ ആവശ്യമായ ഗുരുത്വബലം ഉണ്ടായിരിക്കണം. പിന്നെ സൂര്യനെ മാത്രം വലയം വെക്കുന്നതും സാമാന്യം വ്യാസമുള്ളതുമായിരിക്കണം. അതായത് സൂര്യനെ മാത്രമേ വലയം വെക്കാൻ പാടുള്ളൂ. സാമാന്യം എന്താണ്? വ്യാസമുള്ളതുമായിരിക്കണം. തനതായ തടസ്സമില്ലാതെ സഞ്ചാരപാത ഉണ്ടായിരിക്കണം. ഉദാഹരണം പ്ലൂട്ടോ. തനതായ തടസ്സമില്ലാത്ത സഞ്ചാരത്തിന്റെ പാത. ഈ പ്ലൂട്ടോ പാവം ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പണ്ടൊരു ഗ്രഹത്തിൽ ഉപഗ്രഹത്തിൽ ഒന്നിലോ പഠിച്ചതാണ്, നമ്മളിപ്പോ അടുത്ത് നോക്കും. പക്ഷെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ യോഗ്യതയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചങ്ങോട്ട് ഇട്ടു, ഗ്രഹം അല്ലാന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഗ്രഹ നിയമങ്ങൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ച ഗ്രഹ നിയമങ്ങൾ ഇവയാണ്. വസ്തുവിന് സ്വയം ഗോളാകൃതി കൈക്കൊള്ളാൻ ആവശ്യമായ ഗുരുത്വബലം ഉണ്ടായിരിക്കണം. അതായത് ഗോളാകൃതി ഉണ്ടായിരിക്കണം. സൂര്യനെ മാത്രം അതായത് കാരണവരെ ആശ്രയിച്ച് നിന്നോണം. സൂര്യനെ മാത്രം വലയം വെക്കുന്നത് സാമാന്യം വ്യാസമുള്ളതുമായിരിക്കണം. തനതായ തടസ്സമില്ലാത്ത സഞ്ചാരപഥം ഉണ്ടായിരിക്കണം. ഉദാഹരണമാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയ്ക്ക് ഗുരുത്വാകർഷണം നന്നേ കുറവാണ്. നമ്മുടെ പ്ലൂട്ടോയ്ക്ക് ഗുരുത്വാകർഷണം ഇല്ല. പിണ്ഡം ചന്ദ്രന്റെ 6 മാത്രം. സൂര്യനെ ഒരു തവണ വലയം വെക്കുന്നതോടൊപ്പം അതിന്റെ ഉപഗ്രഹമായ ഷാരോണിനെ പല തവണ വലയം വെക്കുന്നുണ്ട്.
മൂപ്പർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? സൂര്യനെ മാത്രമല്ല വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്, പോയിട്ട് എന്താണ് ഷാരോൺ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, അതിനെയും പോയിട്ടും വലയം വെക്കും. അപ്പൊ എന്താ സൂര്യനെ പിടിക്കുവോ? ഇല്ല. നീ പൊയ്ക്കോ ഓർത്തെന്ന് പറഞ്ഞു. അത് തന്നെ. അപ്പൊ പ്ലൂട്ടോയ്ക്ക് ഗുരുത്വാകർഷണം നന്നേ കുറവാണ്. സൂര്യൻ ഒരു തവണ വലയം വെക്കുന്നതോടൊപ്പം അതിന്റെ ഉപഗ്രഹമായ, അതായത് എന്താണ് ഉപഗ്രഹമായ ഷാരോണിനെ പല തവണ വലയം വെക്കുന്നുണ്ട്. ഗ്രഹം ഉപഗ്രഹത്തിന് വലയം വെക്കുന്നത് ഗ്രഹ പദവിക്ക് ചേർന്നതല്ല. അതായത് ഒരു ഗ്രഹം ഉപഗ്രഹത്തിന് വലയം വെക്കുന്നത് എന്താണ് ഗ്രഹപദവിക്ക് ചേർന്നതല്ല എന്നാണ് പറയുന്നത്. എന്താല്ലേ, ഈ ഗ്രഹങ്ങൾക്കും നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കും നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, പ്ലൂട്ടോ ഒരു ജീവനുള്ള വസ്തുവായിരുന്നു എന്നെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ. അപ്പോ എന്താണ്, എന്തൊരു സങ്കടം ഉണ്ടായി കാണും. ആദ്യം ഒരു പദവി എനിക്ക് തന്നു, പിന്നീട് എന്നെ നിന്ന് ആ പദവി തട്ടിപ്പറിച്ചെടുത്തു. എന്തൊരു കഷ്ടാണ് എന്ന് ആലോചിച്ച് നോക്കും. സൂര്യനെ ഒരു തവണ വലയം വെക്കുന്നതോടൊപ്പം അത് പുള്ളിക്കാരൻ എന്താ, സൂര്യനെ വലയം വെച്ച് ബോറടിച്ചിട്ടായിരിക്കും ഞാൻ ഈ കൂടെ ഒന്ന് ഷാരോണിനെയും കൂടെ വലയം വെച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഷാരോണിന്റെ അടുത്തേക്ക് ഒന്ന് പോയി വലയം വെച്ചതായിരിക്കാം. പക്ഷെ ഒരു ഗ്രഹം എന്ന നിലയ്ക്ക് ഒരു ഉപഗ്രഹത്തിന് ഒരു ഗ്രഹം വലയം വെക്കാൻ പാടില്ല. അതാണ് പറയുന്നത്, ഉപഗ്രഹത്തിന് വലയം വെക്കുന്നത് ഗ്രഹ പദവിക്ക് ചേർന്നതല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ സഞ്ചാര പദത്തെ മുറിച്ചു കടക്കുന്നുണ്ട്. ചില്ലറ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ സഞ്ചാര പദത്തെ മുറിച്ചു കടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തനതായ തടസ്സമില്ലാത്ത സഞ്ചാര പാതയില്ല. അതായത് നോക്കിക്കേ, ഒരു ഗ്രഹത്തിന്റെ പോരായ്മകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. മറ്റുള്ളവർക്കൊക്കെ അവരുടെ വലിയ വലിയ സവിശേഷതകളും കാര്യങ്ങളും എടുത്തു പറയാനില്ല. അപ്പൊ ഈ ഒരു ഗ്രഹത്തിന്റെ പോരായ്മകളാണ് മുഴുവനും ചൂണ്ടിക്കാണിക്കുന്നത്. പ്ലൂട്ടോയെ കൂടാതെ കൗവാർ, സെസ്ബ്ന എന്നിവയും കുള്ളൻ ഗ്രഹഭാഗത്തിലുണ്ട്. മറ്റുള്ള എന്താണ് രണ്ട് ഗ്രഹങ്ങളുടെ പേരാണ്, ഒന്ന് കൗവാർ, ഒന്ന് സെഡ്ന എന്നിവയും കുള്ളൻ ഗ്രഹ വിഭാഗത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്ലൂട്ടോയ്ക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, എന്തൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പൊ പ്ലൂട്ടോയെ എടുത്ത് കളഞ്ഞത്? പ്ലൂട്ടോയ്ക്ക് ഗുരുത്വാകർഷണം നന്നേ കുറവാണ്. പിണ്ഡം ചന്ദ്രത്തിന്റെ 1/6 മാത്രം. സൂര്യനെ ഒരു തവണ വലയം വെക്കുന്നതോടൊപ്പം അതിന്റെ ഉപഗ്രഹമായ ഷാരോണിനെ പല തവണ വലയം വെക്കുന്നുണ്ട്. ഉപഗ്രഹത്തിന് വലയം വെക്കുന്നത് ഗ്രഹ പദവിക്ക് ചേർന്നതല്ല. പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ സഞ്ചാര പദത്തിൽ മുറിച്ചു കിടക്കുന്നുണ്ട്. തനതായ തടസ്സമില്ലാത്ത സഞ്ചാര പദമില്ല. പിന്നെ പ്ലൂട്ടോയെ കൂടാതെ കൗവാർ, സെഡ്ന എന്നിവയും കുള്ളൻ ഗ്രഹ വിഭാഗത്തിലുണ്ട്. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ, കഷ്ടമുണ്ടല്ലേ നമുക്ക്. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി അതിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരോണിനെ, ഇതാണ് എന്റെ പേര് ഷാരണിനെ, മേളിൽ ഷാരോൺ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, ഷാരൺ എന്നാണ്. സ്പെല്ലിങ് ശ്രദ്ധിച്ചോണേ, CHARION, ഒരിക്കലും എന്താണ് S അല്ലാട്ടോ വരുന്നത്, C ആണ് കേട്ടോ. ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇതുകൊണ്ടാണ് പ്ലൂട്ടോ എന്തായത്, ഗ്രഹത്തിൽ നിന്ന് പോയത്. മാത്രമല്ല സ്വന്തം ഗ്രഹത്തിനെ പോയിട്ട് ഉപഗ്രഹത്തിനെ പോയിട്ട് ചുറ്റാണ്. അതായത് ഒരു ഗ്രഹമായിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഒരു ഗ്രഹം അല്ല ഒരു ഉപഗ്രഹം അതിന്റെ ഗ്രഹത്തെയാണ് ചുറ്റേണ്ടത്. ഇവിടെ പ്ലൂട്ടോ ചെയ്യുന്ന പരിപാടി എന്താണ്, ഉപഗ്രഹമായ അത് സ്വന്തം ഉപഗ്രഹത്തിനെ ചുറ്റിപ്പറ്റി നടക്കുക. ഇനി പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായത് എന്തുകൊണ്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. വാൽ നക്ഷത്രങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പണ്ട് കാലത്ത് എന്നല്ല, ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിശ്വാസം. വാൽ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ പല ഫിലിമിലൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഒന്ന് ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ആഗ്രഹം പറയായിരുന്നല്ലോ, അത് സാധിച്ചു തന്നിരുന്നെങ്കിലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെറും ഒരു അന്ധവിശ്വാസം മാത്രം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത് ഓരോരുത്തരുടെ വിശ്വാസത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇപ്പോ വാൽ നക്ഷത്രങ്ങൾ എന്താണ്, എന്താണ് വാൽ നക്ഷത്രം എന്ന് പറയാം.
സൗരയുധത്തിൽ അപൂർവമായി എത്തുന്നവരാണ് വാൽ നക്ഷത്രങ്ങൾ. അവരെപ്പോഴും ഉണ്ടാവില്ല, അപൂർവമായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. സൗരയുധത്തിന്റെ അതിരിൽ നിന്നുമാണ് സൂര്യന്റെ ആകർഷണത്തിന് വിധേയമായി ഇവ സൂര്യനെ ചുറ്റാൻ ഇറങ്ങുന്നത്. സൗരയുധത്തിന്റെ അതിരിൽ നിന്നുമാണ്, അതായത് അവർ അതിരിൽ പോയിട്ട് നിന്നുമാണ് സൂര്യന്റെ ആകർഷണത്തിന് വിധേയമായി, അതായത് സൂര്യൻ എന്താണ് ഈ വാൽനക്ഷത്രത്തിനെ ആകർഷിക്കുകയാണെന്ന് ആലോചിപ്പിക്കുക. വാൽനക്ഷത്രത്തിനെ ആകർഷിച്ചിട്ട് അതാണ് അവരെന്താ സൂര്യനെ ചുറ്റാൻ ഇറങ്ങിത്തിരിക്കും. ആര്? വാൽനക്ഷത്രം. അപ്പൊ സൗരയുധത്തിൽ അപൂർവമായി എത്തുന്നവരാണ് ആര്? വാൽനക്ഷത്രങ്ങൾ. സൗരയുധത്തിന്റെ അതിരിൽ നിന്നുകൊണ്ട്, അതായത് അപ്പുറത്തെ അതിരിൽ നിന്നുകൊണ്ട് സൂര്യന്റെ ആകർഷണത്തിന് വിധേയമായി, അതായത് സൂര്യനെ നോക്കി 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 നിന്ന് ലാസ്റ്റ് സൂര്യൻ അങ്ങോട്ട് ആകർഷിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഇവ സൂര്യനെ ചുറ്റാൻ അങ്ങോട്ട് ഇറങ്ങും. എന്നാ പിന്നെ മൂപ്പരെ പോയിട്ടൊന്ന് ചുറ്റിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് മൂപ്പരെ പോയി ഒന്ന് ചുറ്റാന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങോട്ട് ഇറങ്ങും. അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണിത്. ഇവ എന്താണ്? അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ്. അതായത് എന്താണ്? ഹിമ എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നായിരിക്കും കേട്ടോ. അപ്പൊ അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അങ്ങനെയാണ് ഈ വാല് ഉണ്ടാവുന്നത്. അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ സൂര്യനെ വലയം വെക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് സൂര്യനോടടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്തു വരുന്നുള്ളൂ. സൂര്യനെ ചുറ്റുന്നുണ്ടെങ്കിലും അപൂർവമായിട്ട് മാത്രമേ, അതായത് അടുത്ത് ചെന്നിട്ട് പിന്നെ വേണ്ട കുറച്ച് മാറി നിന്നേക്കാന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാറി പോകുന്നുണ്ടാവും. അതായത് സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും അപൂർവമായിട്ട് മാത്രമേ സൂര്യന്റെ അടുത്തേക്ക് ഇവര് ചെല്ലാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും വാലിന്റെ നീളവും ശോഭയും വർദ്ധിക്കും. അതായത് സൂര്യനോട് ചെന്ന് അടുക്കും തോറും അതിന്റെ ഭംഗി വർദ്ധിക്കുകയാണ്. അതിന്റെ വാലിന്റെ നീളവും ശോഭയും ഒക്കെ വർദ്ധിക്കും. 2013 എത്തിയ നക്ഷത്രമാണ് ഐസൺ. ഐസൺ ആണ് 2013 എത്തിയ നക്ഷത്രം കേട്ടോ. 2013 ശേഷം 2023 ഒരു നക്ഷത്രം വന്നിട്ടുണ്ട്. അതായത് നിഷിമുറ എന്ന് പറയും. 2023 കേട്ടോ, നിഷിമുറ. ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാവേ. NISHIMURA, നിഷിമുറ. 2023 നിഷിമുറ എന്ന് പറയുന്ന ഒരു വാൽനക്ഷത്രം 2023 വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭൂമിയിലേക്ക് കേട്ടോ. 2013 അവസാനമായിട്ട് വന്നിട്ടുള്ളത്. അതൊരു ജസ്റ്റ് ഒരു കറണ്ട് അഫെയർ ആണ്, പഠിച്ചു വെക്കുക. നിഷിമുറ. അപ്പൊ അപ്പൊ വാൽനക്ഷത്രത്തിന്റെ ഇതാണ്. സൗരയുധത്തിൽ അപൂർവമായി എത്തുന്നവരാണ് വാൽനക്ഷത്രങ്ങൾ. സൗരയുധത്തിന്റെ അതിരിൽ നിന്നുമാണ് സൗരയുധത്തിന്റെ അതിരിൽ നിന്നുമാണ് സൂര്യന്റെ ആകർഷണത്തിന് വിധേയമായി ഇവ സൂര്യനെ ചുറ്റാൻ ഇറങ്ങുന്നത്. അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശം ഏറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്തു വരുന്നുള്ളൂ. സൂര്യനോട് അടുക്കും തോറും വാലിന്റെ നീളവും ശോഭയും വർദ്ധിക്കും. 2023 എത്തിയ നക്ഷത്രമാണ് ഐസൺ. ഞാൻ പറഞ്ഞു 2013 എത്തിയ നക്ഷത്രമാണ് ഐസൺ. 2023 എത്തിയാണ് നിഷിമുറ. ഇനി എസ്മഡ് ഫാമിലി. അടുത്തത് എസ്മഡ് ഫാമിലി. പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്? എസ്മഡ് ഹാലി. ഹാലിയുടെ വാൽനക്ഷത്രത്തിന്റെ ഭ്രമണപഥവും കൃത്യമായ ഇടവേളകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നുവെന്നും കണക്കാക്കിയത് ഇദ്ദേഹമാണ്. ഹാലിയുടെ വാൽനക്ഷത്രത്തിന്റെ ഭ്രമണപഥവും കൃത്യമായ ഇടവേളകളിൽ ഇത് ദൃശ്യപ്പെടുന്നുവെന്നും കണക്കാക്കിയത് ഇദ്ദേഹമാണ്. ധൂമകേതുക്കൾക്ക് നിയമിതമായ സഞ്ചാരപാതമുണ്ടെന്ന് ആദ്യമായി സമർപ്പിച്ചത് എഡ്മണ്ട് ഹാലിയാണ്. എഡ്മണ്ട് ഹാലി എന്താണ് ചെയ്തിട്ടുള്ളത്? കണ്ടോ, ഐസക് ന്യൂട്ടനെ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഐസക് ന്യൂട്ടൻ അല്ല കേട്ടോ. എഡ്മണ്ട് ഹാലി പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞനാണ്. ഹാലിയുടെ വാൽനക്ഷത്രത്തിന്റെ ഭ്രമണപഥവും കൃത്യമായ ഇടവേളകളിൽ ഇത് ദൃശ്യപ്പെടുന്നുവെന്നും കണക്കാക്കിയത് ഇദ്ദേഹമാണ്. ധൂമകേതുക്കൾക്ക് നിയമിതമായ സഞ്ചാരപാതമുണ്ടെന്ന് ആദ്യമായി സമർപ്പിച്ചത് എഡ്മണ്ട് ഹാലിയാണ്. എഡ്മണ്ട് ഹാലി പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ്. ഹാലിയുടെ
കൃത്യമായ ഇടവേളകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നുവെന്നും കണക്കാക്കിയത് ഇദ്ദേഹമാണ്. ധൂമകേതുകൾക്ക് നിയമിതമായ സഞ്ചാര പദമുണ്ടെന്ന് ആദ്യമായി സമർപ്പിച്ചത് എഡ്മണ്ട് ഹാലിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാൽനക്ഷത്രം തന്നെ ഉണ്ട് കേട്ടോ. ഹാലിയുടെ വാൽനക്ഷത്രം 75-76 വർഷത്തെ കാലയളവിലാണ് ഈ വാൽനക്ഷത്രം ഭൂമിയോടടുത്തെത്തുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന സവിശേഷതയും ഇതിനുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ തിരിച്ചു വരുന്ന വാൽനക്ഷത്രമാണിത്. സൗരയുധത്തിനുള്ളിൽ ഈ നക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് 1986 ആയിരുന്നു. 2061 ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നതാണ് കണക്കുകൂട്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഐസൺ എന്ന് പറയുന്ന നക്ഷത്രമാണ് 2013 ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള. അതിനുശേഷം 2023 നിഷിമുറ വന്നു. ഇത് ഹാലിയുടെ വാൽനക്ഷത്രം. ഇത് സാധാ വാൽനക്ഷത്രം അല്ല, ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് കുറെ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം വരുന്ന വാൽനക്ഷത്രമാണ്. അപ്പൊ ഇത് കണ്ടെത്തിയത് ആരാണ്? എഡ്മണ്ട് ഹാലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാലിയുടെ വാൽനക്ഷത്രം എന്നതിന് പേര് നൽകാനുണ്ടായ കാരണം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഹാലി വാൽനക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ്? 75-76 വർഷത്തെ കാലയളവിലാണ് ഈ വാൽനക്ഷത്രം ഭൂമിയോട് അടുത്തെത്തുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും എന്ന സവിശേഷതയും ഇതിനുണ്ട്. ഒരു മനുഷ്യായുസ്സിനുള്ളിൽ തിരിച്ചു വരുന്ന വാൽനക്ഷത്രമാണിത്. സൗരയുധത്തിനുള്ളിൽ ഈ നക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് 1986 ഇനി 2061 ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നാണ് കണക്ക് കൂട്ടൽ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി 2061 നമ്മൾ കാത്തിരിക്കുന്നത് വരണമെങ്കിൽ നമുക്ക് ഉണ്ടാവുമായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഉൽക്കകൾ. ഇനിയാണ് നമ്മുടെ ഉൽക്കകൾ. മെട്രോയിഡ്സ് എന്നും കൂടി ഇതിനൊരു പേര് പറയുന്നുണ്ട് കേട്ടോ. ഭൂമി, അതായത് ഇംഗ്ലീഷ് നാമമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ. നമ്മൾ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സിനിമ ഒക്കെ കാണുമ്പോൾ ഈ സ്പേസിലൂടെ വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉൽക്കകളൊക്കെ ഇങ്ങനെ കടന്നു മറന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നായകന്മാരോ അല്ലെങ്കിൽ നായികമാരോ ഒക്കെ എന്താ സ്പേസിലെ വാഹനം ഓടിക്കുന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ കുറെ പാറ കഷ്ണങ്ങൾ ഇവരുടെ മേപ്പോട്ട് വരുന്നതും എന്താണ് ഇവർ അതിനെയൊക്കെ മറവി കടന്ന് ചേസ് ചെയ്തിട്ടൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അതെന്താ? അത് പാറക്കഷ്ണങ്ങൾ തന്നെയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ എന്താ? വായുവുമായിട്ട് ഉരഞ്ഞ് ഈ പറയുന്ന പാറക്കഷ്ണങ്ങൾ കത്തും. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ കേട്ടോ. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾക്ക് പറയുന്നത് എന്താണ്? ഉൽക്കാശിലകൾ എന്നാണ്. ഒന്നുകൂടി പറയാം, എന്താ ഉൽക്കകൾ? ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. ഉൽക്കകൾ മനസ്സിലായിട്ടോ? കണ്ടോ? ഉൽക്ക വായുവായിട്ട് ഒരു സീറ്റ് കത്തുകയാണ്. ഇതൊക്കെ ഉൽക്ക വേണ്ട. ആഫ്രിക്കയിലെ നബീബയിൽ പതിച്ച ഉൽക്കശില കണ്ടില്ലേ? റഷ്യയിലെ ചിങ്കെ നദീക്കരയിൽ പതിച്ച ഉൽക്കശില. നമുക്ക് ഇത് ഇവിടെ റഷ്യ പോട്ടെ, ആഫ്രിക്കയിൽ വീണ നോക്ക്. റഷ്യയിൽ വീണത് ചെറുതാണെന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് മനസ്സിലാവും. പക്ഷെ ആഫ്രിക്കയിൽ വീണ ശരിക്കും കാണുന്നത് കറക്റ്റ് അവിടെ കൊണ്ട് വെച്ചതായിരിക്കാം ചിലപ്പോ. എന്തായാലും കഴിഞ്ഞ രൂപത്തിലാണ് ഉള്ളത്. ഈ കറക്റ്റ് സെന്ററിലൊക്കെ ഇങ്ങനെയല്ലേ വീട്. ഇനിയിപ്പോ അവിടെ വീണിട്ട് ഈ ചുറ്റും ഇതിങ്ങനെ പണിതെടുത്തതായിരിക്കാം. എന്ത് തന്നെ ആയാലും എനിക്കിതൊക്കെ വളരെ അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾക്കോ? സൗരയൂഥത്തിലെ അംഗങ്ങളെ പട്ടികപ്പെടുത്തുക അതൊക്കെ കുട്ടികളുടെ ഇതാണ്. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു പോവുക. ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കാൻ എന്താണ് കാരണം? എന്താ മക്കളെ കാരണം? ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കാൻ കാരണം എന്താണ്? ക്രമാതീതമായ തണുപ്പ് ഭൂമിയിലില്ല. ഒന്ന്, ക്രമാതീതമായ തണുപ്പ് എന്താ? നമ്മുടെ ഭൂമിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. സൂര്യനിൽ നിന്നും അധികം അകലെയോ അടുത്തോ അല്ല. സൂര്യനിൽ നിന്നും അധികം അകലെയോ അടുത്തോ അല്ല. അതായത് ഭൂമി ഏകദേശം
ഭൂമി എന്താണ് അഞ്ചാമതായിട്ടാണ് സൂര്യനിൽ നിന്ന് നിൽക്കുന്നത് കേട്ടോ. ഭൂമിയിൽ നിന്നിട്ട് അല്ല, സൂര്യനിൽ നിന്ന് അധികം അകലെയോ അടുത്തോ അല്ല ഭൂമി നിൽക്കുന്നത്, അഞ്ചാമതായിട്ടാണ് നിൽക്കുന്നത്. ഭൂമിയുടെ സ്ഥാനം എന്നതാണ് ഇതിന് കാരണം. ഭൂമിയുടെ സ്ഥാനം, അതായത് ഞാൻ പറഞ്ഞ പോലെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ കാരണം. അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം, അതായത് ഭൂമിയിൽ നമ്മൾ നേരത്തെ ഭൂമിയുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ച സമയത്ത് ഭൂമിക്ക് അന്തരീക്ഷമുണ്ട് എന്ന് പഠിച്ചിരുന്നു അല്ലെ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സാന്നിധ്യം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ ഉള്ള വാതകമാണ് ഇത് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് അയക്കുന്നു, എന്താണ് സസ്യങ്ങൾ അത് ശ്വസിക്കുന്നു, അവർ നമുക്ക് തിരിച്ച് ഓക്സിജൻ തരുന്നു. ഇങ്ങനെയാണല്ലോ ഒരു ക്രമത്തിൽ പോകുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സാന്നിധ്യം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. അതായത് അന്തരീക്ഷമാണ് എന്താണോ ഉൽക്കാപതനത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു പരിധി വരെ ഈ അന്തരീക്ഷത്തെയും കടന്ന്, അതായത് അന്തരീക്ഷത്തിനും താങ്ങാൻ കഴിയാതെ വരുന്ന ഉൽക്കകളാണ് ഈ ഭൂമിയിൽ പതിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഒരു പരിധി വരെ ഈ ഉൽക്കകൾ വരുമ്പോൾ ഈ അന്തരീക്ഷം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം സംരക്ഷിക്കുന്നുണ്ട്, ഇത് ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യം വേണ്ട ജലം ഭൂമിയിലുണ്ട്. സത്യമല്ലേ? നമുക്ക് വേണ്ട അത്യാവശ്യം ജലം ഭൂമിയിലുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 2/3 ഭാഗവും അല്ല 3% വെള്ളമാണ് എന്നാണ്. അതായത് ടോട്ടലായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യം വേണ്ട ജലം ഭൂമിയിലുണ്ട്. സത്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തണ്ണീർത്തടങ്ങളെ പറ്റി പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എത്ര ശതമാനം വെള്ളമുണ്ട്. 71% വെള്ളമുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. പക്ഷെ അതിൽ കുടിക്കാൻ പറ്റുന്നത് ആകെ ആയതാണ് വെറും 3% വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അതായത് 2/3 ഭാഗവും സമുദ്രജലമാണ് മക്കളെ. അതാണ്. അപ്പോൾ വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. വിവിധ ധാതുക്കളാൽ സമ്പന്നമായ മണ്ണ് ഭൂമിയിലുണ്ട്. സത്യമല്ലേ? നമ്മുടെ ഭൂമിയിലും വിവിധ നമ്മള് പെര പണിയാനൊക്കെ ഉപയോഗിക്കുന്നത് പുഴയുടെ അടിയിലെ മണലല്ലേ, അതൊക്കെ സ്ട്രോങ് ആയതുകൊണ്ടല്ലേ. അങ്ങനെ പലതും വിവിധ ധാതുക്കളാൽ സമ്പന്നമായ മണ്ണ് നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതൊക്കെയാണ് ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കുന്നതിന് കാരണമായിട്ട് വരുന്നത് കേട്ടോ. മനസ്സിലായി? ഗാലക്സി. അടുത്ത നമ്മൾ ഗാലക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്ലിസ്മ സെന്റൗറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്ലിസ്മ സെന്റൗറി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടുക്കുന്നതല്ല കേട്ടോ, അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. കോടിക്കണക്കിന് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമീഡ. ഏത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമീഡ എന്ന് പറയുന്ന ഗാലക്സി. ക്ഷീരപഥം. നിങ്ങള് മിൽക്കി വേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ? മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞിട്ട് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അതായത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിക്ക് പറയുന്ന പേരാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്ന്. ആകാശഗംഗ എന്ന് ഇതിന് വിളിക്കാറുണ്ട്. ആകാശഗംഗ എന്നാണ് മറ്റൊരു പേര് മിൽക്കി വേയുടെ അല്ലെങ്കിൽ ക്ഷീരപഥത്തിന്റെ മറ്റൊരു പേര്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സമ്മതിക്കണം അല്ലെ? അതായത് ഈ മിൽക്കി വേയിൽ മാത്രമായിട്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഈ ഭൂമിക്ക് മുകളിലാണല്ലോ നിൽക്കുന്നത് എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടല്ലോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ടോ? ക്ഷീരപഥം, മിൽക്കി വേ ഇങ്ങനെയാണ്. എന്താല്ലേ വേറൊരു ലോകത്തേക്ക് ചെല്ലുന്ന ഒരു ഫീല് അല്ലേ? പ്രപഞ്ചം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഒത്തുകൂടിയിട്ടാണ് ഒരു പ്രപഞ്ചം ഉണ്ടാവുന്നത് കേട്ടോ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു.
അപ്പോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ഒരു ചെറിയ ബിന്ദുവായിരുന്നു എന്ന്. പിന്നെ എന്തോ ഒരു പൊട്ടിത്തെറിയോ സ്ഫോടനോ എന്തോ നടന്ന സമയത്ത് എന്താണ് ഇത് ചിന്നിച്ചെതറി അങ്ങനെ വലുതായി മാറിയതാണെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏകദേശം 10,000 കോടി ഗാലക്സികളാണെന്ന ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യന്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എന്റെ നാട്ടിലെ മനുഷ്യർ എത്ര ചെറുതാണ്. ഒന്ന് ആലോചിച്ച സത്യല്ലേ, ഒരു കുട്ടിയോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടില്ലേ, പ്രപഞ്ചത്തിൽ ഏകദേശം 10,000 കോടി ഗാലക്സികളുണ്ട്. അവിടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഉണ്ട്. അതിൽ സൂര്യന്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭൂമിയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കേരളം എന്ന് പറയുന്ന ചെറിയ കൊച്ചു സംസ്ഥാനത്തിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് ആലോചിക്കുക. എത്ര നമ്മുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് സങ്കല്പിക്കുക. പിന്നെ ആകാശഗോളങ്ങളെ കുറിച്ച് പ്രബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രതിപാദനങ്ങൾ പലപ്പോഴും അതൊക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർത്തിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു എക്സാമും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്യാം. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഡൗട്ട്സ് സ്പീക്കർ ഓൺ ആക്കി ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ എന്താ, ഈ ഒരു ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്താ അടുത്തത്? ഈ ഒരു 2 ചാപ്റ്ററും കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ ഇന്ന് വൈകുന്നേരം എടുത്തു തരാവേ. ബാക്കി 2 നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് വൻകരകളും സമുദ്രങ്ങളും. എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക് വേണമെങ്കിൽ എടുത്തോട്ടോ. വൻകരകളും സമുദ്രങ്ങളും. ആദ്യമായിട്ട് നമുക്ക് ലോകമഹാസമുദ്രം എന്താന്ന് പഠിക്കാം. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താ? സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം ചേർന്ന് കിടക്കുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. അപ്പോ സിമ്പിൾ അല്ലേ? സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് കിടക്കുന്നത്. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. ഇത്രേ ഉള്ളൂ. ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ, അതുകൊണ്ടാട്ടോ വേഗം എടുത്തു പോവാന്ന് പറയുന്നത്. കടൽ, നമുക്ക് കടൽ എന്താന്ന് പഠിക്കാം. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. ഭാഗികമായി കരകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്താണ് സമുദ്രം ഉള്ളത്. അത്രേ ഉള്ളൂ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. പസഫിക് സമുദ്രം, ഇതാണ് പസഫിക് സമുദ്രം. ഇല്ലേ, കിടക്കുന്ന നീല കളറിൽ കാണുന്നത് കേട്ടോ, ഇതാണ് പസഫിക് സമുദ്രം. നോർത്ത് പസഫിക് ഓഷ്യൻ, സൗത്ത് പസഫിക് ഓഷ്യൻ, മറീന ട്രെഞ്ച് അല്ലേ. ഈ മറീന ട്രെഞ്ച് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ആഴം ഉള്ള ഭാഗമാണ് മറീന ട്രെഞ്ച്. പലരും അവിടെ പോയിട്ട് റെക്കോർഡ് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയത് എവിടുന്നാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ എന്താണ് അടിത്തട്ടിലേക്ക് പോയിട്ട് ജെയിംസ് കാമറോൺ ഒക്കെ മറീന ട്രെഞ്ചിന്റെ ഏറ്റവും അടിത്തട്ടി പോയിട്ട് റെക്കോർഡ് ഇട്ട വ്യക്തിയൊക്കെയാണ്. ജെയിംസ് കാമറോൺ അറിയില്ലേ? അവതാർ എന്ന് പറഞ്ഞ ഹോളിവുഡ് പടത്തിന്റെ ഡയറക്ടർ. പസഫിക് സമുദ്രം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും വലുതാണ് ശാന്തമഹാസമുദ്രം അഥവാ പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ മലയാളം പേരെന്താണ് മക്കളെ? ശാന്തമഹാസമുദ്രം. മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് ശാന്തമഹാസമുദ്രം അഥവാ പസഫിക് മഹാസമുദ്രം. ഏകദേശം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ വക സംഖ്യകൾ വരുമ്പോൾ ഇതിപ്പോ വായിക്കുകയാണെങ്കിൽ 16,000 കോടി 62,40,40,000 ഒന്ന് ഓക്കെ. 16,000 കോടി 62,40,40,000 എന്ന് വായിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടിലും സിമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോൺ നമ്പർ രൂപയാണ് ഇത് പഠിക്കാൻ. 16, 62, 40,000 ചക്രസ കിലോമീറ്റർ. ഏകദേശം 16, 62, 40,000 ചക്രസ കിലോമീറ്റർ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മൈൻഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ഓക്കെ, എന്നാലും നമ്മൾ അധികം ഓർത്ത് വെക്കാൻ സിമ്പിൾ മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ക്യാപ്സ്യൂൾ മെത്തേഡ്സ് യൂസ് ചെയ്യാം. നമുക്ക് മനസ്സിലായാൽ പോരെ, നമ്മളല്ലേ പഠിക്കുന്നത്, നമുക്ക് മനസ്സിലായാൽ പോരെ. ഇതുപോലെ ടിപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഏകദേശം
അപ്പൊ എന്താ ഞാൻ ഇങ്ങനെ പറയുള്ളൂ കേട്ടോ. 16, 62, 40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ സമുദ്രം ഭൂമിയിൽ മൊത്തം ജലത്തിന്റെ 46% ഉൾക്കൊള്ളുന്നു. എങ്ങനെ? ഏകദേശം 16, 62, 40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു സമുദ്രമില്ലേ, ഭൂമിയിൽ മൊത്തം ജലത്തിന്റെ 46% ഉൾക്കൊള്ളുന്നത്. ഭൂഗോളത്തിന്റെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഭൂഗോളത്തിന്റെ 1/3 എന്താണ്? ഈ പറയുന്ന സമുദ്രമാണ്. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്, അഥവാ ശാന്ത മഹാസമുദ്രം. ഒരു ത്രികോണ ആകൃതിയാണ് ഈ സമുദ്രത്തിനുള്ളത്. അത് ത്രികോണ ആകൃതിയിലാണ് നമ്മുടെ പസഫിക് സമുദ്രം ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പസഫിക് സമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രം തന്നെയല്ലേ നമ്മൾ പഠിച്ചേ? വീണ്ടും പസഫിക് സമുദ്രം ധാരാളം. ഇനി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ധാരാളം ഗർത്തങ്ങളും കിടങ്ങുകളും ഉൾക്കൊള്ളുന്ന പസഫിക്കിലാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ ചലഞ്ചർ ഡിപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ധാരാളം ഗർത്തങ്ങളും കിടങ്ങുകളും ഉൾക്കൊള്ളുന്ന പസഫിക്കിലാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ ചലഞ്ചർ ഡിപ്പ്. അതായത് ഈ ചലഞ്ചർ ഡിപ്പിൽ പോയിട്ടാണ് പലരും റെക്കോർഡ് എടുക്കുന്നത്, അവിടെ നീന്തി തിരിച്ചു വരുന്നതിന്. ഒരു ഉറപ്പുമില്ല പോയാൽ തിരിച്ചു വരുമോ എന്നുള്ളത്. സാഹസിക യാത്ര തന്നെയാണ് ചലഞ്ചർ ഡിപ്പ് സ്ഥിതി ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറൻ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മറിയാന ട്രെഞ്ച് എന്നറിയപ്പെടുന്നു. വടക്ക്, അതായത് ഈ മറിയാന ട്രെഞ്ചിലാണ് എന്തുള്ളത്? ചലഞ്ചർ ഡിപ്പ് ഉള്ളത്. വടക്കു പടിഞ്ഞാറ് എവിടെയാണ് ഈ മറിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് ഓഷ്യനിൽ ഏത് ഭാഗത്താണ്? വടക്കു പടിഞ്ഞാറൻ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മറിയാന ട്രെഞ്ച് എന്ന് അറിയപ്പെടുന്നു. ദ്വീപുകൾ വളരെയധികം പസഫിക് മഹാസമുദ്രങ്ങളിൽ ഉണ്ട്. അതായത് പസഫിക് മഹാസമുദ്രത്തിൽ വളരെയധികം ദ്വീപുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം എത്രയാ? 20,000-ലധികം ദ്വീപുകൾ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാലോചിച്ച്, ഏകദേശം 20,000-ലധികം ദ്വീപുകളാണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ അധികവും പവിഴ ദ്വീപുകളാണ്. കോറൽ ഐലൻഡ്, പവിഴത്തിന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ കോറൽ. ഇവയിൽ അധികവും പവിഴ ദ്വീപുകളും അഗ്നിപർവ്വത ജ്വാല ദ്വീപുകളുമാണ്. 20,000-ലധികം ദ്വീപുകൾ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയുമെങ്കിൽ കൂടിയിട്ട് ഇവയിൽ അധികവും പവിഴ ദ്വീപുകളും അഗ്നിപർവ്വത ജ്വാല ദ്വീപുകളുമാണ്. നമ്മുടെ ലക്ഷദ്വീപ് ഒരു പവിഴ ദ്വീപാണ് കേട്ടോ. പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിതമായ ദ്വീപാണ് ലക്ഷദ്വീപ്, മനസ്സിലാക്കുക. മറിയാന ട്രെഞ്ച് ഈസ് ഡീപ്പർ ദാൻ യു ക്യാൻ ഇമാജിൻ. സത്യമാണ്, നമുക്ക് എന്താണ് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴത്തിലാണ് മറിയാന ട്രെഞ്ച് ഉള്ളത്. ഇവിടേക്ക് ഒരു വീഡിയോ കാണുന്നൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇനി പസഫിക് സമുദ്രം വലുപ്പത്തിൽ 1-ാം സ്ഥാനമാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. എങ്ങനെ? ഏറ്റവും കൂടുതൽ ദ്വീപുകൾ പറഞ്ഞല്ലോ, 20,000-ഓളം ദ്വീപുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്. പസഫിക് സമുദ്രത്തിലെ മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. എവിടെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത്? പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. പസഫിക് സമുദ്രം എന്താണ്? ധാതു സമ്പന്നമാണ്. അപ്പൊ പസഫിക് സമുദ്രത്തെ ആശ്രയിച്ച് ഒരുപാട് മനുഷ്യരും ജീവിക്കുന്നുണ്ട് എന്നാണല്ലോ ഇതിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും പസഫിക് സമുദ്രത്തിലാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മറിയാന ട്രെഞ്ചിന്റെ ഭാഗത്തേക്കൊന്നും ആരും പോകണ്ടാവില്ല. അടുത്ത നമ്മൾ ഏതാ പഠിക്കുന്നത്? അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. നമ്മുടെ ഭൂമി ഗോളാകൃതിയിലാണെന്നല്ല നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ സ്പിരിച്വൽ ഷേപ്പിൽ, അതായത് വട്ടത്തിലുമാണ് എന്ന വട്ടത്തിലുമില്ല. ആ വട്ടത്തിലാണ് എന്നാ ഇങ്ങനെ ഈ കണ്ടില്ലേ, ഈ രൂപം കണ്ടില്ലേ, ഇങ്ങനെയാണ്. എന്താണ് ഒരു കോഴിമുട്ടയുടെ പോലെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഭൂമി ഇരിക്കുന്നത് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൽ 2-ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്കസ്
ഈ സമുദ്രത്തിലാണ്. എങ്ങനെ? വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രത്തിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്കസ് ഈ സമുദ്രത്തിലാണ്. വിസ്തീർണം കൊണ്ട് 1ാം സ്ഥാനത്തല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. അതായത് വിസ്തീർണം കൊണ്ട് എന്താണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് 1ാം സ്ഥാനം കിട്ടിയില്ല. വിസ്തീർണം കൊണ്ട് 1ാം സ്ഥാനത്തല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏതാണ്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ. ലോകത്തിലെ വൻ നദികളിൽ ഏറിയ കൂറും ഈ സമുദ്രത്തിലാണ് നിബന്ധിക്കുന്നത്. അതെ, ലോകത്തിലെ വൻ നദികളിൽ ഏറിയ കൂറും ഈ സമുദ്രത്തിലാണ് നിലംപതിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് മിക്ക നദികളും പോയിട്ട് നിലംപതിക്കുന്നത് നമ്മുടെ ഈ ഒരു ഓഷ്യനിലാണ് എന്നാണ് പറയുന്നത്, ഈ ഒരു സമുദ്രത്തിലാണ് എന്നാണ് പറയുന്നത്. ഭൂമുഖത്തെ വൻ നദികളിൽ കോങ്കോ, നൈജർ, ലവർ എന്നിവ പടിഞ്ഞാറോട്ടൊഴുകിയും ആമസോൺ, റയോദാലാപ്പിള്ളറ്റ, അതിൻ്റെയൊക്കെ പേര് ഭയങ്കര ടഫസ്റ്റ് പേരാണ് കേട്ടോ മക്കളെ. റയോദാലാപ്പിള്ളറ്റ, സെയിൻട്ര, റാറസ് എന്നിവ കിഴക്കോട്ടൊഴുകിയും അറ്റ്ലാന്റിക്കിൽ പതിക്കുന്നു. അതായത് അറ്റ്ലാന്റിക് പതിക്കുന്ന സമുദ്രങ്ങളുടെ പേരുകളാണ് ഏതൊക്കെ? കോങ്കോ, നൈജർ, ലവർ എന്നിവ പടിഞ്ഞാറോട്ടും ആമസോൺ, റയോദാലാപ്പിള്ളറ്റ, സെയിന്റ്നർ, ലാറസ് എന്നിവ കിഴക്കോട്ടൊഴുകിയും അറ്റ്ലാന്റിക്കിൽ പതിക്കുന്നു എന്ന് പറയുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രം. നമ്മുടെ സ്വന്തം സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ മൂന്ന് മഹാസമുദ്രങ്ങളിൽ വെച്ചും ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം കുറഞ്ഞതും സങ്കീർണവും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ 20% ഉൾക്കൊള്ളുന്നതുമായ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. എങ്ങനെ? ലോകത്തിലെ 3 മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം കുറഞ്ഞതും സങ്കീർണവും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ 20% ഉൾക്കൊള്ളുന്നതുമായ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സംഖ്യാരൂപത്തിൽ പഠിച്ചു പോവരുതാതെ 734,40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് എന്തിന്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് എത്രയാണ് വിസ്തീർണം? 734,40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, സംഖ്യാരൂപത്തിൽ പഠിക്കാൻ എനിക്ക് ഒരിക്കലും ഓർത്തു വെക്കാൻ പറ്റൂല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ തോതിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിക്കുക കേട്ടോ. ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഏക മഹാസമുദ്രമാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിലുള്ള, അതായത് നമ്മുടെ ഇന്ത്യയുടെ പേരിലുള്ള ഏക മഹാസമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം വലുപ്പത്തിൽ 3ാം സ്ഥാനമാണ് എന്തിനുള്ളത്? ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇതിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഏത്? അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കേട്ടോ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതകളാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പവിഴപ്പുറ്റുകൾക്ക് ഒരു പ്രധാന പ്രത്യേകത ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് എന്ത്? പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് എന്ത്? പവിഴപ്പുറ്റുകള്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ, ശവങ്ങളിൽ നിന്ന് മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ് ഉള്ളത്.
പവിഴപ്പുറ്റുകൾ ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ. നല്ല രസമാണ് പവിഴപ്പുറ്റുകൾ കാണാൻ. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ ഇവ കാണപ്പെടുന്നു. ഏകദേശം 100ഓളം ഇനങ്ങളിലുള്ള ഒച്ചുകൾ, 100 കണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ, ചെറിയ സസ്യങ്ങൾ, വിവിധ തരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങിയ ലക്ഷക്കണക്കിനുള്ള ജീവികളുടെ ആവാസ കേന്ദ്രമാണ് എന്ത്? പവിഴപ്പുറ്റുകൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അനേകം കോടി ജീവിക്കുന്നതും മരിച്ചതുമായ കോറലുകളുടെ കൂട്ടങ്ങൾ ഉഷ്ണമേഖലാ കടലുകളിൽ യുഗങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള പവിഴദ്വീപുകളുടെ ചുറ്റുമുള്ള തടയണകളാണ് പവിഴപ്പാറകൾ. പവിഴദ്വീപുകളും അവയെ സംരക്ഷിക്കുന്ന പവിഴപ്പാറ ഉൾപ്പെടെയുള്ള പ്രഭാഗത അറ്റോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അറബിക്കടലിലെ ലക്ഷദ്വീപുകളും മാലിദ്വീപുകളും ഇത്തരം പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ലക്ഷദ്വീപ് പവിഴപ്പുറ്റുകൾ കൊണ്ടാണ് എന്നുള്ളത്, പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. മാലിദ്വീപും അങ്ങനെ തന്നെയാണ് കേട്ടോ. കോറലുകൾ സ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിന്റെ മൂലവസ്തു. കോറലുകൾ, അതായത് ആ ജീവികൾ സ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് ഈ പവിഴപ്പുറ്റ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം. സമുദ്രത്തിന്റെ കോളനികളായി ജീവിക്കുന്ന ഫൈലം നൈഡ്രിയ പോളിപ്പ് സമൂഹമാണ് ഇവ. 1-2 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ കോറലുകളുടെ ബാഹ്യവചനം അങ്ങനെയായിരിക്കും കേട്ടോടാ. എനിക്ക് ഇവിടെ ഈ കുട്ടി നിൽക്കുന്നതുകൊണ്ട് കായ്ക്കാൻ പറ്റുന്നില്ല. ഒന്നിച്ചു ചേർന്ന് പവിഴപ്പുറ്റുകൾ ഉണ്ടാവുന്നു. എന്തായാലും പവിഴപ്പുറ്റുകൾ ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ് മനസ്സിലാവുക? ഈ കോറൽ എന്ന് പറയുന്ന ജീവിയില്ലേ, അതിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുക കേട്ടോ. അതാണ് ഇതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിന്റെ മൂലവസ്തു. എന്തിന്റെ? ഈ കോറൽ ഐലൻഡിന്റെ മൂലവസ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ജസ്റ്റ് ഒരു വിശദീകരണമാണ് എന്താണ് പവിഴപ്പുറ്റ് എന്നുള്ളതിന്റെ. എന്താ പവിഴപ്പുറ്റുകളും ജീവികളും ഈ സാധനമാണ്. കണ്ട കല്ല് പോലെയൊക്കെ ഇരിക്കും. നേരെ അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രമാണ് കേട്ടോ അടുത്തത്. അന്റാർട്ടിക്ക വൻകരയെ വലയം ചെയ്തു കിടക്കുന്നതും ദക്ഷിണ അക്ഷാംശം 60 ഡിഗ്രിക്ക് തെക്കു ഭാഗത്തുള്ളതുമായ ജലമണ്ഡല ഭാഗമാണ് ദക്ഷിണ സമുദ്രം അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. സമുദ്രവിജ്ഞാനീയപരമായി അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ എന്നീ 3 സമുദ്രങ്ങൾക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ അംഗീകാരമുള്ളൂ. എങ്ങനെ? അന്റാർട്ടിക്ക വൻകരയെ വലയം ചെയ്തു കിടക്കുന്നതും ദക്ഷിണ അക്ഷാംശം 60 ഡിഗ്രിക്ക് തെക്കു ഭാഗത്തുള്ളതുമായ ജലമണ്ഡല ഭാഗമാണ് ദക്ഷിണ സമുദ്രം അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് കേട്ടോ. സമുദ്രവിജ്ഞാനീയപരമായി അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ എന്നീ 3 സമുദ്രങ്ങൾക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ അംഗീകാരമുള്ളൂ എന്നാണ് പറയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ആകെ കൂടി അംഗീകരിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ എന്നീ 3 സമുദ്രങ്ങളാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ആകെ കൂടി അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഏത്? അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമാണ്. സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണുള്ളത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. ഇതൊക്കെയാണ് അന്റാർട്ടിക്കയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് അല്ല കേട്ടോ, ആർട്ടിക് ഓഷ്യൻ ആണ്. സോറി, അത് അന്റാർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം കണ്ടോ, നോർത്ത് പോൾ. അടുത്തത് നമുക്ക് ആർട്ടിക് സമുദ്രമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആര്? ആർട്ടിക് സമുദ്രം. അപ്പൊ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ആർട്ടിക് സമുദ്രമാണ്. വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞ് മൂടിക്കിടക്കുന്നു. വർഷത്തില് 6 മാസത്തിലേറെ കാലം എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നാം അധിവസിക്കുന്ന ഭൂമി വിസ്തൃതവും വൈവിധ്യവുമാർന്നതുമാണ്. ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത്.
അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മനുഷ്യൻ പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ് ആശ്രയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം അധിവസിക്കുന്ന ഭൂമി വിസ്തൃതവും വൈവിധ്യവുമാർന്നതാണെന്ന് നമുക്കറിയാം. ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മനുഷ്യൻ പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ് ആശ്രയിക്കുന്നത്. നാം എന്തിനെല്ലാം സമുദ്രങ്ങളെ ആശ്രയിക്കുന്നു എന്ന് കണ്ടോളൂ. എന്തിനൊക്കെയാണ് നമ്മൾ സമുദ്രങ്ങളെ ആശ്രയിക്കുന്നത്? മത്സ്യബന്ധനം, ഗതാഗതം, വിനോദം, ധാതു നിക്ഷേപം, ഊർജം, ഇവയ്ക്കൊക്കെയാണ് നമ്മൾ എന്തിനെ സമുദ്രങ്ങളെ ആശ്രയിക്കുന്നത്. മത്സ്യബന്ധനം, ഗതാഗതം, വിനോദം, ധാതു നിക്ഷേപം, ഊർജം. സമുദ്രങ്ങളെല്ലാം ഒന്ന് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഇതിനെ ലോകസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സമുദ്രങ്ങൾ വിഭവ സമ്പന്നമാണ്. കരയിലും സമുദ്രങ്ങളിലുമായി നിലകൊള്ളുന്ന വിഭവ സമ്പത്ത് വരും തലമുറകൾക്ക് കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. സത്യമല്ലേ? അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മാത്രം കണ്ടാൽ മതിയോ ഈ ലോകം? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ ലോകത്ത് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ മാത്രം കണ്ട് അനുഭവിച്ചാലും മതിയോ? പാടില്ല. വെറും തലമുറകൾ കൂടി അത് പകർന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു റംബൂട്ടാൻ തൈ നട്ടു, 10 വർഷം കഴിഞ്ഞിട്ട് അത് കായ്ക്കുള്ളൂ. 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മുടെ തലമുറ അതൊരു ഉപകാരപ്പെടുമല്ലോ. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് നിന്ന ടൈമില് പല തൈകളും കായ്കളും ഒക്കെ നട്ടിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഞങ്ങൾ കണ്ടത് എന്താണെന്നറിയോ? ഞങ്ങൾ ആ കാലത്ത് നട്ട തൈകളും കായ്കളും നിന്നും ഞങ്ങളുടെ ജൂനിയേഴ്സ് കുട്ടികള് അതിൽ നിന്ന് കിട്ടിയ ഫലങ്ങൾ പറിച്ച് കഴിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞങ്ങൾ അവിടെ അത് നട്ടു, പക്ഷെ ഞങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. അപ്പൊ ഞങ്ങളിൽ പലവരും ആലോചിച്ചതാണ്, ഞങ്ങളുടെ താഴെ വരുന്നവരെന്താ ഞങ്ങളുടെ വരും തലമുറയാണ്. അപ്പൊ അവർക്ക് ഞങ്ങൾ അത് കൊടുത്തിട്ടാണല്ലോ പോയത്. അവര് അത് കഴിച്ചോട്ടെ എന്നുള്ളത് സങ്കടം ഉണ്ടായിരുന്നു, അവരുടെ കാര്യം. എന്നാലും ഞങ്ങൾ നട്ടു വളർത്തിയതാണല്ലോ എന്നുള്ളൊരു അഭിമാനം അതിലുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ വരും തലമുറയ്ക്ക് കൂടി ബാക്കി വെക്കണം. നമ്മൾ മാത്രം അനുഭവിച്ച് തീരേണ്ടതല്ല ഇതോരോന്നും. പെസവെ സമുദ്രം ചേർന്നുള്ള വൻകരകൾ കണ്ടെത്തും. അതൊക്കെ കുട്ടികൾക്കുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതൊക്കെ മാപ്സ് ആണ് ഓരോന്ന്. ആ ഒരു പാഠഭാഗം കൂടെ കഴിഞ്ഞു കേട്ടോടാ. ഇതും ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 2 ചാപ്റ്ററും കൂടി ഉണ്ട്. അത് 5ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് ഒരു 2 ചാപ്റ്ററും കൂടി ഉണ്ട്. അത് ഞാൻ ഇന്ന് രാത്രിയിലായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുറെ നേരമായില്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹിക്കുന്നു. ഇനി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തോ. അപ്പോൾ എനിവേ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നന്മ വരട്ടെ. ബൈ.